ഹല്ലേലൂയ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുവാൻ ഇടയാകട്ടെ. ഓൺലൈൻ സർവീസിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം അറിയിച്ചു കൊള്ളുകയാണ്. കർത്താവിനെ ഒരിക്കൽ കൂടി സ്തുതിക്കുവാൻ, അവനെ ആരാധിക്കുവാനും അവന് യോഗ്യമായ മഹത്വം കൊടുക്കുവാൻ ഒരവസരം കൂടി കർത്താവ് നൽകിയതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. പ്രിയ സഹോദരങ്ങളെ, ജീവിതത്തിൽ ആത്മീയമായാലും ഭൗമികമായാലും ഒരുപോലെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു വിഷയമാണ് ജീവിതത്തിൽ എടുക്കേണ്ടതായ തിരഞ്ഞെടുപ്പുകൾ. ഇന്ന് നല്ല തിരഞ്ഞെടുപ്പുകൾ എടുത്ത് അനുഗ്രഹിക്കപ്പെടേണ്ടതിന് നിങ്ങൾക്ക് ചില മാർഗനിർദ്ദേശങ്ങൾ പറഞ്ഞു തരുവാനും ഒരുപക്ഷെ ജീവിതത്തിൽ തെറ്റായ തിരഞ്ഞെടുപ്പുകൾ എടുത്ത് അതിൻ്റെ പരിണിതഫലം അനുഭവിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി ശക്തമായി പ്രാർത്ഥിക്കുവാനും വേണ്ടി കർത്താവ് അഭിഷേകത്തോടെ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ബിജു ഫിലിപ്പിനെ നിയോഗിച്ച് അയച്ചിരിക്കുന്നു. നിങ്ങൾ പ്രാർത്ഥനയോടെയും വിശ്വാസത്തോടെയും ഇന്ന് പങ്കുചേരുകയാണെങ്കിൽ നിശ്ചയമായി നുകങ്ങളെ ഒടിച്ച് കർത്താവ് നിങ്ങളെ സ്വാതന്ത്ര്യത്തിലേക്ക് അയക്കാൻ പോവുകയാണ്. ദൈവവചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് നടന്ന സഭാ യോഗത്തിലെ ഒരു ആരാധന നമുക്ക് പങ്കുചേരാം. ഈ രടികൾ ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട്. ചേർന്ന് പാടി ദൈവത്തെ സ്തുതിച്ചാട്ട് ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. സ്വർഗം വേടിഞ്ഞേനിക്കായി ഇറങ്ങി വന്നവനെ ജീവിക്കും നിരക്കഴിയുള്ള നാളെല്ലാം സേവിച്ചിടും നിന്നെ എനിക്കുള്ള സകലവുമായി പാടും നിന്റെ സ്തുതികളും ജീവനാളെല്ലാം. സ്വർഗം വേടിഞ്ഞേനിക്കായി ഇറങ്ങി വന്നവനെ ജീവിക്കും നിരക്കഴിയുള്ള നാളെല്ലാം സേവിച്ചിടും നിന്നെ എനിക്കുള്ള സകലവുമായി പാടും നിന്റെ സ്തുതികളും ജീവനാളെല്ലാം. യേശുവേ ഉന്നാഥനേ വഴി
കരങ്ങളൊന്ന് ചേർത്തടിച്ച് രാജാതി രാജാവിന് സ്തോത്രം. ഇപ്പോൾ നമ്മൾക്ക് ദൈവം മുമ്പാകെ കഴിഞ്ഞ ആഴ്ച നമ്മുടെ ജന്മദിനം വിവാഹ വാർഷികം ആഘോഷിച്ചവർക്കായി ഒരു നിമിഷം പ്രാർത്ഥിക്കാം. എല്ലാവരെയും ദൈവത്തിൻ്റെ തിരുക്കരങ്ങളിലേക്ക് സമർപ്പിക്കാം. ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, കർത്താവേ, തിരുമുമ്പാകെ അടിങ്ങൾക്ക് ഒരുമിച്ചായിരിക്കാൻ അങ്ങ് തന്ന കൃപയ്ക്കായി സ്തോത്രം. കർത്താവേ, തിരുമുമ്പാകെ അടിങ്ങളിൽ നിൽക്കുമ്പോൾ കർത്താവേ, കഴിഞ്ഞ ആഴ്ച ഞങ്ങളുടെ ജന്മദിനം വിവാഹ വാർഷികം ആഘോഷിച്ച എല്ലാ വ്യക്തികളെയും ആ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവേ, ജന്മദിനം ആഘോഷിച്ചവർക്കായി അടിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ജനനം മുതൽ കർത്താവെ ഇന്നു വരെ കാത്തു പരിപാലിച്ച് കൃപയുടെ ചിറകിൻ മറവിൽ അവരെ മറച്ച് അവിടുത്തെ കൃപയ്ക്കായി സ്തോത്രം. കർത്താവെ, കർത്താവെ, അങ്ങ് കൊടുത്ത എല്ലാ നന്മകൾക്കുമായി സ്തോത്രം. എല്ലാറ്റിലും ഉപരി കർത്താവെ, ജീവനുള്ള ദൈവത്തെ ആഴത്തിൽ അറിയുവാൻ കർത്താവെ, അങ്ങയോട് ചേർന്ന് നടപ്പാൻ അങ്ങ് കൊടുത്ത കൃപയ്ക്കായി സ്തോത്രം. കർത്താവെ, മുമ്പോട്ടുള്ള വർഷം കർത്താവെ, അത് അനുഗ്രഹത്തിൻ്റെ വർഷമായി തീരത്തെ. കർത്താവെ, അങ്ങയിലേക്ക് നോക്കി കർത്താവെ, കർത്താവെ ഭൗതികമായ കർത്താവെ നന്മകളല്ല, ആത്മീകമായ കർത്താവെ നന്മയെ മാത്രം ലക്ഷ്യമാക്കി അവർ ഓടട്ടെ. കർത്താവെ, അങ്ങയെ നോക്കുമ്പോൾ കർത്താവെ, അതിനോടൊപ്പം തന്നെ അങ്ങ് കർത്താവെ അവർക്ക് ആവശ്യമായത് എല്ലാം നൽകുവാൻ കഴിവുള്ള ദൈവമെന്നവർ പൂർണ്ണമായി മനസ്സിലാക്കട്ടെ. കർത്താവെ, അങ്ങ് ഒരുക്കിയിരിക്കുന്ന കർത്താവെ അവരുടെ ജീവിതത്തെ കർത്താവെ, അതിന് കർത്താവെ അങ്ങേക്കൊരു പദ്ധതി ഉണ്ടെന്നും അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് നടത്തുവാൻ കഴിവുള്ളവനാണ് ദൈവമെന്നുള്ള പൂർണ്ണ പ്രത്യാശയോടെ മുമ്പോട്ട് ഓടുവാനുള്ള കൃപ അങ്ങ് അവരുടെ മേൽ പകരണമേ. അവരായിരിക്കുന്ന കുടുംബങ്ങളെല്ലാം അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. സകലത്തെയും അങ്ങ് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. കർത്താവെ, ഇപ്പോൾ കർത്താവെ വിവാഹ വാർഷികം ആഘോഷിച്ചവർക്കായി അടിങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മനുഷ്യനേകനായിരിക്കുന്ന നന്നല്ല എന്ന് കണ്ട ദൈവമേ, ആണും പെണ്ണുമായി അങ്ങ് അവരെ സൃഷ്ടിച്ചു. കുടുംബമെന്ന മനോഹരമായ വ്യവസ്ഥിതിയിൽ കർത്താവെ ആക്കിയത് അങ്ങാകുന്നു. കർത്താവെ, കുടുംബമായി അങ്ങ് അവരെ നിലനിർത്തി തലമുറകളെ നൽകി കർത്താവെ അങ്ങ് അവരെ മാനിച്ചതിനായി അടിങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. കർത്താവെ, ഇന്ന് കർത്താവെ അവർ തിരുമുമ്പാകെ ആയിരിക്കുമ്പോൾ കർത്താവെ അങ്ങ് കൊടുത്ത ആ കുടുംബ ജീവിതത്തെ കർത്താവെ ഇത്രത്തോളം കർത്താവെ പരിപാലിച്ച് മുന്നോട്ട് നടത്തുവാൻ അങ്ങ് കൊടുത്ത കൃപയ്ക്കായി സ്തോത്രം. കർത്താവെ, അങ്ങ് അവരുടെ മേൽ ചൊരിഞ്ഞ എല്ലാ നന്മകൾക്കുമായി അടിങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. കർത്താവെ, ഒരു പുതുവർഷത്തിലേക്ക് അവർ ഒരുമിച്ച് കടക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം കർത്താവെ നല്ലവനെന്ന് രുചിച്ച് തന്നെ അറിഞ്ഞ് കർത്താവെ മുന്നോട്ട് ഓടുവാനുള്ള കൃപ അവരുടെ മേൽ കൊടുക്കണമേ. കർത്താവെ, ഇന്ന് ലോകം കർത്താവെ അഭിമുഖീകരിക്കുന്ന പ്രശ്നത്തിൽ കൂടിയൊക്കെയും കുടുംബങ്ങൾ കടന്നു പോകുമ്പോൾ കർത്താവെ, അങ്ങ് അറിയാതെ കർത്താവെ ഒന്നും സംഭവിക്കുന്നില്ല. കർത്താവെ, സർവത്തിനും മതിയായ ദൈവത്തിങ്കിലേക്ക് നോക്കി പരിമിതിയില്ലാത്ത ആ ദൈവത്തിൽ ആശ്രയിച്ച് അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവത്തിൽ തങ്ങളുടെ വിശ്വാസം പൂർണ്ണതയിൽ അർപ്പിച്ച് കർത്താവെ വിശ്വാസ ജീവിതം മുമ്പോട്ട് ഓടുവാൻ കരങ്ങൾ കോർത്ത് കർത്താവെ അങ്ങയുടെ സ്നേഹത്തിൽ വളരുവാൻ തക്കവണ്ണം അങ്ങ് അവരുടെ ജീവിതത്തിൽ പ്രവർത്തിക്കണമേ. കർത്താവെ, അങ്ങ് കൊടുത്ത കർത്താവെ കുഞ്ഞുങ്ങൾക്കായി അടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു, കൊച്ചുമക്കൾക്കായി പ്രാർത്ഥിക്കുന്നു, കുടുംബത്തിലുള്ള ഓരോ വ്യക്തിക്കായും പ്രാർത്ഥിക്കുന്നു. അവർ ഒരുമിച്ച് കർത്താവെ തിരുസന്നിധിയിൽ ക്രിസ്തയേശുവിൻ്റെ സ്നേഹം നുകർന്ന് ജീവിപ്പാൻ അങ്ങയുടെ സ്നേഹത്തിൽ വളരുവാൻ തക്കവണ്ണം അങ്ങ് അവരുടെ മേൽ കർത്താവെ കൃപ ചൊരിയണമേ. എല്ലാറ്റിലും ഉപരി അവരെ അങ്ങ് എവിടെയാണോ ആക്കി വെച്ചിരിക്കുന്നത് അവിടെ ഏറ്റവും നല്ല ക്രൈസ്തവ സാക്ഷ്യത്തോടുകൂടെ നിൽപ്പാൻ ക്രിസ്തുവിനെ കർത്താവെ അനേകായിരങ്ങൾക്ക് കാണിച്ചു കൊടുപ്പാനുള്ള കൃപ അവരുടെ മേൽ പകരണമേ. കർത്താവെ, അങ്ങ് അവരോട് കൂടെ ഇരിക്കണമേ. മുമ്പോട്ടുള്ള കർത്താവെ അവരുടെ കുടുംബജീവിതത്തെ അങ്ങ് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. തൃക്കരത്താൽ നടത്തണമേ. സകലത്തെയും ഞങ്ങളുടെ രക്ഷിതാവും വീണ്ടെടുപ്പുകാരനുമായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ അടിയങ്ങൾ യാചിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്നത്തെ വചനധ്യാനത്തെ നമ്മൾ തിരഞ്ഞെടുക്കുന്ന വേദഭാഗം നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 15 മുതൽ 25 വരെയുള്ള വാക്യമാണ്. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 15 മുതൽ 25. യഹോവയായ ദൈവം മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോയി ഏദൻ തോട്ടത്തിൽ വേല ചെയ്യുവാനും അതിനെ സംരക്ഷിക്കുവാനും അവിടെ ആക്കി. യഹോവയായ ദൈവം മനുഷ്യനോട് കൽപ്പിച്ചതെന്തെന്നാൽ, തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും ഫലം നിനക്ക് ഇഷ്ടം പോലെ തിന്നാം, എന്നാൽ നന്മദിനങ്ങളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. അനന്തരം യഹോവയായ ദൈവം, മനുഷ്യൻ ഏകനായിരിക്കും നന്നല്ല, ഞാൻ അവന് തക്കതായ ഒരു തുണയെ ഉണ്ടാക്കി കൊടുക്കും എന്ന് അരുളി ചെയ്തു. യഹോവയായ ദൈവം ഭൂമിയിലെ സകല മൃഗങ്ങളെയും ആകാശത്തിലെ എല്ലാ പറവകളെയും നിലത്തുനിന്ന് നിർമ്മിച്ചിട്ട് മനുഷ്യൻ അവയ്ക്ക് എന്ത് പേരിടുമെന്ന് കാണാൻ അവൻ്റെ മുമ്പിൽ വരുത്തി. സകല ജീവജന്തുക്കൾക്കും മനുഷ്യൻ ഇട്ടത് അവയ്ക്ക് പേരായി. മനുഷ്യൻ എല്ലാ കന്നുകാലികൾക്കും ആകാശത്തിലെ പറവകൾക്കും എല്ലാ കാട്ടുമൃഗങ്ങൾക്കും പേരിട്ടു. എങ്കിലും മനുഷ്യന് തക്കതായ ഒരു തുണയെ കണ്ടു കിട്ടിയില്ല. ആകയാൽ യഹോവയായ ദൈവം
മനുഷ്യന് ഒരു ഗാഠനിദ്ര വരുത്തി അവൻ ഉറങ്ങിയപ്പോൾ അവൻ്റെ വാരിയലുകളിൽ ഒന്ന് എടുത്ത് അതിന് പകരം മാംസം പിടിപ്പിച്ചു. യഹോവയായ ദൈവം മനുഷ്യനിൽ നിന്ന് എടുത്ത വാരിയലിനെ ഒരു സ്ത്രീയാക്കി അവളെ മനുഷ്യൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അപ്പോൾ മനുഷ്യൻ, ഇതിപ്പോൾ എൻ്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും എൻ്റെ മാംസത്തിൽ നിന്ന് മാംസവും ആകുന്നു, ഇവളെ നരൽ നിന്ന് എടുത്തിരിക്കിയാൽ ഇവൾക്ക് നാരി എന്ന് പേരാകും എന്ന് പറഞ്ഞു. അതുകൊണ്ട് പുരുഷൻ അപ്പനെയോ അമ്മയെ വിട്ടുപിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരും, അവർ ഏകദേഹമായി തീരും. മനുഷ്യനും ഭാര്യയും ഇരുവരും നഗ്നരായിരുന്നു, അവർക്ക് നാണം തോന്നിയില്ല താനും. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ ഏവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവിലെ പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവവചന ഭാഗം നമ്മൾ വായിച്ച് കേൾക്കുവാൻ തക്കവണ്ണം ഇടയായി. ഇന്ന് ഇതിൽ നിന്ന് ചിലത് ആഴത്തിൽ പഠിക്കേണ്ടതിന് താല്പര്യപ്പെടുമ്പോൾ പശ്ചാത്തല സംബന്ധമായി ചിലത് നിങ്ങളോടൊന്ന് പങ്കുവയ്ക്കുവാൻ കൃപയിൽ ഞാൻ ശരണപ്പെടുകയാണ്. നോക്കണമേ, ബൈബിൾ പഠിക്കുന്നവർ എബ്രായ ഭാഷയിലുള്ള കയ്യെഴുത്തു പ്രതികൾ ഒന്ന് പഠിക്കുവാൻ തക്കവണ്ണം താല്പര്യപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് ദർശിക്കുവാൻ കഴിയും, ഉൽപ്പത്തി മുതൽ ആവർത്തനം വരെ നമ്മുടെ കയ്യിലിരിക്കുന്ന വിശുദ്ധ വേദപുസ്തകത്തിൽ കാണുന്ന പുസ്തകങ്ങളെല്ലാം ചേർത്ത് അക്കാലങ്ങളിൽ ഒരു ഒറ്റ പുസ്തകമായിരുന്നുവെന്ന്. ഇതിനെല്ലാം കൂടെ ചേർത്ത് ദ ബുക്ക് ഓഫ് ലോ അല്ലെങ്കിൽ നിയമ പുസ്തകമെന്ന് യഹൂദന്മാരൊക്കെ പേർ വിളിക്കുന്നതും നമുക്ക് കാണായി വരും കേട്ടോ. എന്നാൽ ഈജിപ്തിലുള്ള അലക്സാൻഡ്രിയ എന്ന് പറയുന്ന പട്ടണത്തിൽ ക്രിസ്തുവിനും 280 വർഷങ്ങൾക്ക് മുമ്പ് 70 അംഗങ്ങൾ വരുന്ന ഒരു പണ്ഡിത സമൂഹം ചേർന്ന് ഈ നിയമപുസ്തകത്തെ പരിഭാഷപ്പെടുത്തുവാൻ തക്കവണ്ണം ഇടയായി. 70 അംഗങ്ങൾ വരുന്ന ഈ പണ്ഡിത സമൂഹം ഏതാണ്ട് 70 ദിവസങ്ങൾ കൊണ്ട് ഈ പരിഭാഷ പൂർത്തീകരിക്കുവാൻ തക്കവണ്ണം ഇടയാകുമ്പോൾ ഇതിനാണ് സെപ്റ്റജന്റ് ട്രാൻസ്ലേഷൻ എന്ന് പറയുവാൻ തക്കവണ്ണം ഇടയാകുന്നത്. ഈ ഒരു ട്രാൻസ്ലേഷൻ നടക്കുമ്പോൾ, ഈ പരിഭാഷ നടക്കുവാൻ തക്കവണ്ണം ഇടയാകുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഈ പണ്ഡിത സമൂഹം ഉൽപ്പത്തി മുതൽ ആവർത്തനം വരെയുള്ള പുസ്തകങ്ങളെ വായിച്ച് പരിഭാഷപ്പെടുത്തുവാൻ തക്കവണ്ണം ഗ്രഹിക്കവേ അവർക്ക് മനസ്സിലായി ഇതിനകത്ത് ഒരു വിഷയമല്ല, ഒരുപാട് വിഷയങ്ങൾ, വൈവിധ്യമാർന്ന ഒരുപാട് വിഷയങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ചിന്തിക്കുവാൻ തുടങ്ങി, ഇതെല്ലാം കൂടി ഇങ്ങനെ ഒറ്റ പുസ്തകമായിട്ടിരിക്കുന്നത് ചിലപ്പോൾ വായിക്കുവാൻ ഗ്രഹിക്കുവാൻ എളുപ്പമാകത്തില്ല എന്ന്. അതുകൊണ്ട് ഇവർ തീരുമാനിച്ചു ഇതിനെ വിഷയാനുക്രമത്തിൽ ഒന്ന് വിഭജിക്കണമെന്ന്. 2, അവർ കണ്ട ഒരു പ്രത്യേക പ്രശ്നമെന്ന് പറയുന്നത്, ഒരൊറ്റ പുസ്തകമാണെങ്കിൽ എവിടെയെങ്കിലും ഇതെടുത്ത് സ്റ്റോർ ചെയ്യുക എന്ന് പറഞ്ഞാൽ എടുത്ത് സൂക്ഷിച്ചു വെക്കുക, ഇതും എളുപ്പപ്പെട്ട ഒരു പണിയാകത്തില്ല. അതുകൊണ്ട് തന്നെ അന്നത്തെ കാലത്ത് ഇത് എടുത്ത് സൂക്ഷിക്കുവാൻ തക്കവണ്ണം ഉതകേണ്ടതിന് ഇതിനെയൊക്കെയും പല ചുരുളുകളാക്കുവാൻ തക്കവണ്ണവും ഈ പണ്ഡിത സമൂഹം തീരുമാനിക്കുവാൻ തക്കവണ്ണം ഇടയായി. അങ്ങനെയാണ് ഒറിജിനലി ഒറ്റ പുസ്തകമായിരുന്ന ഈ നിയമപുസ്തകം പിന്നത്തേതിൽ 5 വ്യത്യസ്ത പുസ്തകങ്ങളായി, ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം എന്നിങ്ങനെ 5 പുസ്തകങ്ങളായി പരിണമിക്കുവാൻ തക്കവണ്ണം ഇടയായത്. ഈ 5 പുസ്തകങ്ങളിൽ ഒന്നാമത്തേത് ഉൽപ്പത്തിയിൽ നിന്നാണ് നമ്മൾ ഇന്ന് വായിച്ച് കേൾക്കുവാൻ തക്കവണ്ണം ഇടയായത്. ഉൽപ്പത്തി പുസ്തകത്തെക്കുറിച്ച് ഞാൻ ഇങ്ങനെ പറയാം കേട്ടോ. എബ്രായ കയ്യെഴുത്തു പ്രതികളിലൊക്കെ വായിക്കുകയാണെങ്കിൽ ഈ പുസ്തകത്തിൻ്റെ ഒറിജിനൽ പേര് എന്ന് പറയുന്നത് ബെറഷിത്ത് എന്ന് പറയുന്ന ഒരു പദമാണ്. ബെറഷിത്തിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? ബിഗിനിങ് എന്ന് പറയും, ആരംഭങ്ങൾ. എന്തുകൊണ്ടാണ് ഇങ്ങനൊരു പേര് ഇതിന് നൽകപ്പെട്ടിരിക്കുന്നത് എന്ന് അന്വേഷിച്ചാലോ നമുക്ക് മനസ്സിലാകും, യഥാർത്ഥത്തിൽ ഇതിനകത്ത് ഒരുവിധം എല്ലാ കാര്യങ്ങളുടെയും ആരംഭം എങ്ങനെയായിരുന്നുവെന്ന് നമുക്ക് ദർശിക്കുവാൻ ഇടവരും. സ്വർഗം, ആകാശങ്ങൾ, ഇതിൻ്റെയൊക്കെ ആരംഭം ഉൽപ്പത്തിയിൽ വിവരിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മൾ നോക്കുമ്പോൾ മാനവരാശിയുടെ ആരംഭം, ഉത്ഭവം, ഇത് സംബന്ധിച്ച് ഈ പുസ്തകത്തിനകത്ത് പലത് കാണുവാൻ തക്കവണ്ണം ഇടയാകും. പാപത്തിൻ്റെ ഉത്ഭവം എങ്ങനെയായിരുന്നു? യഥാർത്ഥത്തിൽ കൊലപാതകം ആരംഭിച്ചത് എവിടെയാണ്? ആരാ കൊന്നത്? ആരാ മരിച്ചത്? ഇതിനകത്ത് കാണുവാൻ തക്കവണ്ണം ഇടയാകും. കുടുംബസ്ഥാപനം എങ്ങനെ, എപ്പോൾ നടന്നു? അതിൻ്റെ ആരംഭം എങ്ങനെയായിരുന്നു? ഇത് ഈ ബെറഷ്യത്തിനകത്ത് എന്ന് പറഞ്ഞാൽ ഉൽപ്പത്തി പുസ്തകത്തിനകത്ത് നമുക്ക് കാണുവാൻ കഴിയും. ഭാഷകൾ ഉണ്ടായത് എങ്ങനെയാണ്? പലർക്കും അറിയത്തില്ല. അത് സംബന്ധിച്ചും ഈ പുസ്തകത്തിനകത്ത് പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. യാഗം കഴിച്ച് ദൈവത്തെ പ്രസാദിപ്പിക്കുക, ഇത് എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഗതിയാണ്. ഇതിൻ്റെ ഉത്ഭവം എവിടെയാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? മനസ്സിലാക്കണമെങ്കിൽ പുസ്തകം വായിച്ചാൽ മതി. ഉൽപ്പത്തി പുസ്തകത്തിനകത്ത് യാഗങ്ങളുടെ ആരംഭം സംബന്ധിച്ചും പലതും കാണുവാൻ തക്കവണ്ണം ഇടയാകും. അപ്പോൾ ഈ ആരംഭങ്ങളുടെ പുസ്തകത്തിനകത്ത് ഇതിൻ്റെയൊക്കെ ഉത്ഭവം എങ്ങനെയാണ് എന്ന് എഴുതപ്പെട്ടിരിക്കുന്നതിനോടൊപ്പം ഓരോ കാര്യവും നേരാവണ്ണം ചെയ്യേണ്ടുന്നത് എങ്ങനെയാണ്, എങ്ങനെ ചെയ്യരുത് എന്നത് സംബന്ധിച്ചുള്ള ഒത്തിരി മാർഗനിർദ്ദേശങ്ങളും നമുക്ക് കാണുവാൻ കഴിയും കേട്ടോ. അങ്ങനെ മാർഗനിർദ്ദേശങ്ങൾ നിറഞ്ഞ ഒരു പുസ്തകത്തിൻ്റെ ഒരു വേദശകലമാണ് നമ്മൾ ഇന്ന് സുനിൽ പാസ്റ്ററിലൂടെ വായിച്ച് കേൾക്കുവാൻ തക്കവണ്ണം ഇടയായത്. ഈ വേദശകലം ഉൽപ്പത്തി 2:15 മുതൽ 25 വരെയുള്ള 10 വാക്യങ്ങൾ ഞാൻ പറയട്ടെ, ഇത് പാപത്തിൻ്റെ ഉത്ഭവവും പരിണിത ഫലങ്ങളും വിവരിക്കുവാൻ തക്കവണ്ണം പലരും പ്രസംഗ വിഷയം ആക്കുന്നുണ്ട്. ചില പ്രസംഗകർ, അധ്യാപകർ ഇവരൊക്കെ കുടുംബസ്ഥാപനം സംബന്ധിച്ച് പഠിപ്പിക്കുവാൻ ഈ വേദശകലത്തെ പ്രയോജനപ്പെടുത്തുന്നത് നമുക്ക് കാണുവാൻ കഴിയും.
വേറെ ചിലരുണ്ടല്ലോ ലൈംഗികതയെ സംബന്ധിച്ച് ജനത്തെ പഠിപ്പിച്ചു കൊടുക്കുവാൻ. ഒരു കുടുംബ ബന്ധത്തിനകത്ത് ഭാര്യയും ഭർത്താവിൻ്റെയും മധ്യത്തിൽ ഒളിവും മറവും ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞു കൊടുക്കുവാൻ ഈ വേദശകലങ്ങളെ പ്രയോജനപ്പെടുത്തുന്നത് കാണുവാൻ തക്കണമിടയാവും. പക്ഷേ ഇതൊക്കെ പ്രത്യക്ഷത്തിൽ പ്രകടമാകുന്ന ചില കാര്യങ്ങളാണെങ്കിൽ ഞാൻ പറയട്ടെ, ഇതിനകത്ത് മറഞ്ഞിരിക്കുന്ന മറ്റൊരു വിഷയമുണ്ട്. എന്താണെന്നറിയാമോ? ഒരു മാനവന് തൻ്റെ ജീവകാലത്ത് തൻ്റെ മുമ്പിൽ വരുന്ന തിരഞ്ഞെടുപ്പുകൾ ചിലതിനെക്കുറിച്ച് പരിശുദ്ധ ആത്മാവ് ഇതിനകത്ത് ചില കാര്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണുവാൻ തക്കണമിടയാവും. ഇത് എന്തിനാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? ഞാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഇങ്ങനെ പറയട്ടെ, അവൻ വൃഥാവിൽ ഒന്നും ചെയ്യുന്നവനല്ല കേട്ടോ. മാനവന് ലാഭകരമായ ഒന്നും അവൻ മറച്ചു വെക്കുകയില്ല, അറിയുന്നതൊന്നും അറിയിക്കാതിരിക്കുകയില്ല, അറിയണ്ടാത്തതൊന്നും അവൻ എടുത്ത് പറയത്തുമില്ല. അപ്പോൾ തിരഞ്ഞെടുപ്പുകളെ സംബന്ധിച്ച് ഈ വേദശകലങ്ങളിൽ ചിലത് അവൻ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് എങ്കിൽ ഞാൻ പറയട്ടെ, അത് എന്തിന് എന്ന് അന്വേഷിക്കുന്നവരോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയും, അത് പഠിച്ച് മനസ്സിലാക്കി ജീവിതത്തിൽ പ്രാവർത്തികമാക്കി നിനക്ക് അനുഗ്രഹിക്കപ്പെടുവാൻ അതിനുവേണ്ടിയാണ് അവൻ ഇത് ഒളിച്ച് വെച്ചിരിക്കുന്നത്. തിരഞ്ഞു പിടിച്ച്, മനസ്സിലായോ? യേശുവിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അന്വേഷിച്ച് അവയെ കണ്ടെത്തി ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കിയാലോ നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടുവാൻ ഇത് ഒരു മുഖാന്തരമാകും. ഹല്ലേലൂയ. നോക്കുക, ഈ വിഷയം സംബന്ധിച്ച് നമ്മളൊന്ന് പഠിക്കുവാൻ തക്കവണ്ണം ഇടയാകുമ്പോൾ ഒന്നാമത് ചെയ്യേണ്ടുന്ന കാര്യം എന്താണെന്നറിയാമോ? നമ്മൾ മനസ്സിലാക്കണം, തിരഞ്ഞെടുപ്പെന്ന് വെച്ചാൽ എന്താണ്? വാട്ട് ഈസ് എ ചോയ്സ്? ഈ ചോദ്യത്തിനാണ് നമ്മൾ ഒന്നാമത് ഉത്തരം കാണേണ്ടുന്നത് കേട്ടോ. ഇതൊരു വളരെ ഇമ്പോർട്ടൻറ്റ് കാര്യമാണെന്ന് ഒത്തിരി പേര് പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ചിലപ്പോൾ നിങ്ങൾക്കും അറിയാമായിരിക്കും തിരഞ്ഞെടുപ്പുകൾ വളരെ പ്രധാനമാണ്. പക്ഷേ ചിന്തിച്ചിട്ടുണ്ടോ എന്താണ് ശരിക്കും ഒരു തിരഞ്ഞെടുപ്പ് എന്ന് വെച്ചാൽ? ഞാൻ ഇങ്ങനെ അതിനെ നിർവചിക്കാം. ഐ ട്രൈ ടു ഡിഫൈൻ ഇറ്റ് ദിസ് വേ കേട്ടോ. ഒന്നിലധികം കാര്യങ്ങളിൽ നിന്ന് ചിലതിനെ തള്ളിയിട്ട് ഒരു കാര്യത്തെ ഇങ്ങനെ അടുപ്പിച്ച് പിടിക്കുക എന്ന് പറഞ്ഞാൽ സ്വീകരിക്കുക അല്ലെങ്കിൽ എടുക്കുക. അങ്ങനെ ചെയ്യേണ്ടതിനുള്ള ഒരു തീരുമാനവും അത് പ്രാവർത്തികമാക്കുന്ന ക്രിയയുമാണ് തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. മനസ്സിലായോ? കുറേ കാര്യങ്ങളുടെ മധ്യത്തിൽ നിന്ന് ഒത്തിരിയെയും അങ്ങ് തള്ളിക്കളഞ്ഞിട്ട് അതിൻ്റെ ഇടയിൽ ഒരെണ്ണത്തിനെ ഇങ്ങനെ എടുക്കുക, സ്വീകരിക്കുക. അത് ചെയ്യാനെടുക്കുന്ന തീരുമാനവും അത് പ്രാവർത്തികമാക്കുന്ന ക്രിയയും അതാണ് തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാലോ ഈ നിർവചനത്തിനൊത്തവണ്ണം രണ്ടാമത് നമ്മൾ മനസ്സിലാക്കേണ്ട വസ്തുത, പ്രിൻസിപ്പിൾ എന്താണെന്നറിയാമോ? നമ്മൾ മനസ്സിലാക്കണം, ജീവിതത്തിൽ ഒരു ഓപ്ഷനും ഇല്ല എങ്കിൽ എന്ന് പറഞ്ഞാൽ ഒത്തിരി കാര്യങ്ങൾ, ഒത്തിരി സാഹചര്യങ്ങൾ, ഒത്തിരി അവസ്ഥകൾ ഇതൊക്കെ നമ്മുടെ മുമ്പിലില്ല എങ്കിൽ, ഓപ്ഷൻസ് ഒന്നുമില്ല എങ്കിൽ നമുക്ക് പിന്നെ തിരഞ്ഞെടുപ്പുകൾ വരത്തില്ല കേട്ടോ. തിരഞ്ഞെടുപ്പുകൾ എപ്പോഴാണ് വരുന്നത്? ഓപ്ഷനുകൾ ഉണ്ടാകുമ്പോഴാണ്. ദി എക്സിസ്റ്റൻസ് ഓഫ് ഓപ്ഷൻസ് ഈസ് വാട്ട് നെസസിറ്റേറ്റ്സ് എ ചോയ്സ്. ഇത് നമ്മൾ ഗ്രഹിക്കുവാൻ തക്കണമിടയാണ്. ഓപ്ഷൻ ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ചോയ്സുകൾ ഉണ്ടാവത്തില്ല. ഇത് നമ്മൾ ഗ്രഹിക്കണം കേട്ടോ. ചിലർ ഇങ്ങനെ പറയുവാൻ തക്കണമിടയാവും, എൻ്റെ ഓപ്ഷനുകളെല്ലാം തീർന്നു, അതുകൊണ്ടാണ് ഞാൻ ആത്മഹത്യ ചെയ്യുന്നതെന്ന്, എനിക്കിപ്പോൾ ഒരു ഓപ്ഷനും ഇല്ല വേറെ എന്ന് പറയുവാൻ തക്കണമിടയാവും. പക്ഷേ ഞാൻ പറയട്ടെ, അത് വെറും ഒരു ചിന്താഗതിയാണ്, അതൊരു തെറ്റായ ചിന്താഗതിയാണ്. എന്താ ഞാൻ അങ്ങനെ പറയുന്നതെന്ന് അറിയാമോ? മനുഷ്യർക്ക് മൂക്കിൽ ജീവശ്വാസം ഉള്ളിടത്തോളം കാലം ഞാൻ പറയാം, അവരുടെ ജീവിതത്തിൻ്റെ എല്ലാ നിമിഷത്തിലും ഓപ്ഷനുകൾ ഉണ്ട്. ഓപ്ഷൻ തീർന്നുവെന്ന് തോന്നുന്ന മാത്രയിലുണ്ടല്ലോ, ഹല്ലേലൂയ, അന്നേരവും ഒരു ഓപ്ഷൻ ഉണ്ട്. എന്താണ്? ജീവിച്ചിരുന്ന് ഒരിക്കൽ കൂടി പരിശ്രമിക്കണോ അതോ ആത്മഹത്യ ചെയ്യണോ എന്ന് തിരഞ്ഞെടുക്കാനുള്ള ഓപ്ഷൻ. ഹല്ലേലൂയ. ആത്മഹത്യ ചെയ്യുന്നവൻ ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ടല്ല തിരഞ്ഞെടുപ്പ് ഇങ്ങനെ ചെയ്യുന്നത്, പിന്നെയോ ആത്മഹത്യ ചെയ്യുക എന്ന് പറയുന്ന തെറ്റായ തിരഞ്ഞെടുപ്പ് ഏറ്റെടുക്കുന്നത് കൊണ്ടാണ്. വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദിസ്. ഹല്ലേലൂയ. ദൈവവചനം വായിക്കുമ്പോഴോ ഞാനിങ്ങനെ പറയാം, ആവർത്തന പുസ്തകം അതിൻ്റെ 30-ാമത്തെ അധ്യായം വായിക്കവേ 19, 20 വാക്യങ്ങൾ, ഇതൊക്കെ വളരെ ഫേമസ് വേഴ്സസ് ആണ് കേട്ടോ. ഹല്ലേലൂയ. നമ്മുടെ വേദപുസ്തകത്തിലും ഇത് തുറന്ന് അടിവരയിട്ടൊക്കെ സൂക്ഷിക്കുന്നത് നമ്മൾ കാണാതെ പഠിക്കുന്ന, നമ്മുടെ മക്കളെ കാണാതെ പഠിക്കുവാൻ പ്രേരിപ്പിക്കുന്നത് ഉതകും. ഹല്ലേലൂയ. ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്താണെന്ന് അറിയാമോ? കർത്താവിൻ്റെ ദാസനായ മോശയിലൂടെ കർത്താവ് തൻ്റെ ജനമായ ഇസ്രായേലിനോട് വിധത്തിൽ പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യണം? യഹോവയെ സ്നേഹിക്കണം, അവൻ്റെ വാക്ക് കേട്ടനുസരിക്കണം. ദൈവം തമ്പുരാൻ നിങ്ങൾക്ക് മുമ്പിൽ ജീവനും മരണവും അനുഗ്രഹവും ശാപവും വെച്ചിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യണം? ജീവനെ തിരഞ്ഞെടുക്കുവാൻ തക്കണം ഇടയാകണം. ചൂസ് ലൈഫ് ദൈവം പറയുകയാൻ തക്കണം ഇടയായി. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി എന്താണ്? ഇസ്രായേലിന്റെ മുമ്പിൽ, ദൈവജനത്തിന് മുമ്പിൽ വരുന്ന കുറേ തിരഞ്ഞെടുപ്പുകളെ ഈ വേദശകലത്തിൽ ദൈവം വരച്ചു കാണിക്കുകയാണ്. കർത്താവ് തമ്പുരാൻ പറയുകയാണ്, നിങ്ങൾ മനസ്സിലാക്കണം, യഥാർത്ഥത്തിൽ യഹോവയെ സ്നേഹിക്കണം, സേവിക്കണം. ഇതൊക്കെ ചുമ്മാതെ തന്നെത്താനെ നടക്കുന്ന കാര്യങ്ങളല്ല, നമ്മൾ എടുക്കുന്ന തിരഞ്ഞെടുപ്പുകളാണ്, നമ്മൾ പ്രാവർത്തികമാക്കുന്ന ക്രിയകളാണ്. ഇത് ദൈവം നമ്മളോട് അറിയിക്കുകയാണ്. അവൻ്റെ വചനം കേട്ടനുസരിക്കുക. അത് തന്നെത്താൻ അബദ്ധത്തിൽ പറ്റുന്ന ഒരു കാര്യമല്ല. വി ഡു ഇറ്റ് ബിക്കോസ് വി ചൂസ് ടു ഡു ഇറ്റ്.
അല്ല, നമ്മൾ അത് ചെയ്യുവാൻ തിരഞ്ഞെടുക്കുന്നത് കൊണ്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഹല്ലേലൂയ. അങ്ങനെ ദൈവത്തെ സ്നേഹിക്കാൻ, സേവിക്കാൻ, അവനെ അനുസരിക്കാൻ നമ്മൾ തിരഞ്ഞെടുത്താൽ എന്തു പറ്റും? ജീവൻ നമ്മുടെ ജീവിതത്തിലേക്ക് കയറി വരും, അനുഗ്രഹം നമ്മുടെ ജീവിതത്തിലേക്ക് കയറി വരും. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് പക്ഷേ ഇതിൻ്റെ ഒരു വല്ലായ്മപ്പെട്ട വസ്തുത കൂടി പറഞ്ഞു തരട്ടെ. ഹല്ലേലൂയ. അനുഗ്രഹം, ബ്ലെസ്സിങ്, ഇറ്റ് കംസ് ടു അസ് ബൈ ചോയ്സ്. കേട്ടോ, നമ്മൾ തിരഞ്ഞെടുത്തെങ്കിൽ മാത്രമേ അനുഗ്രഹം ജീവിതത്തിലേക്ക് വരൂ. ബട്ട് ദ കേഴ്സ്, ശാപം, ഇറ്റ് കംസ് നോട്ട് ബൈ ചോയ്സ് ബട്ട് ബൈ ഫോഴ്സ്. നമ്മൾ അനുസരിക്കേണ്ടത് അനുസരിച്ചില്ല എങ്കിൽ ശാപം ഇടിച്ചു കയറുവാൻ തക്കണം ഇടയാകും. ചെയ്യേണ്ടത് ചെയ്തില്ല എങ്കിൽ പ്രശ്നം നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരും. ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും തിക്തമായ പരിണത ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഇടിച്ചു കയറുവാൻ തക്കണം ഇടയാകും. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? ചെയ്യരുതാത്തത് ചെയ്യാതിരിക്കുവാൻ നമ്മൾ തിരഞ്ഞെടുക്കണം. ചെയ്യേണ്ടത് ചെയ്യുവാൻ നമ്മൾ തിരഞ്ഞെടുക്കണം. എങ്കിലേ അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതം നയിച്ച് നിത്യ ജീവനിലേക്ക് പ്രവേശിക്കുവാൻ നമുക്കൊക്കത്തുള്ളൂ. ഹല്ലേലൂയ. ഒന്നും ചെയ്യാതെ നടന്നാൽ, ചെയ്യേണ്ടത് ചെയ്തില്ല എങ്കിൽ, ഞാൻ പറയട്ടെ, ന്യൂട്രൽ ഗ്രൗണ്ടിൽ ചവിട്ടി മുമ്പോട്ട് പോകാൻ ഒക്കത്തില്ല. ശാപം ഇടിച്ചു കയറുവാൻ ഇടയാകും. പ്രശ്നകരമായ ഒരു ജീവിതം, പ്രതിസന്ധി നിറഞ്ഞൊരു ജീവിതം നിന്റെ അവകാശമായി മാറും. അപ്പോൾ ശരിയായത് തിരഞ്ഞെടുക്കുവാൻ നിന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കേണ്ടുന്നത് അത്യാവശ്യമാണ്. മൈ ഫ്രണ്ട്, മാനവരാശിയുടെ പ്രശ്നങ്ങളെല്ലാം തുടങ്ങിയത് എപ്പോഴാണ്? ഏദനിൽ ആദം എന്ന് പറയുന്ന ആദ്യ മനുഷ്യൻ തെറ്റായ ഒരു തിരഞ്ഞെടുപ്പ് നടത്തിയപ്പോഴാണ്. ഇത് നമ്മൾ ഗ്രഹിക്കണം. മാനവരാശിയുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാൻ, ആ പരിഹാരത്തിന്റെ ആരംഭം എവിടെയായിരുന്നു എന്നറിയാമോ? ഗദശമന എന്ന് പറയുന്ന മറ്റൊരു തോട്ടത്തിൽ. ഏദൻ തോട്ടത്തിലാണ് പ്രശ്നം തുടങ്ങിയതെങ്കിൽ ഗദശമന എന്ന് പറയുന്ന മറ്റൊരു തോട്ടത്തിൽ വെച്ച് കർത്താവായ യേശു ക്രിസ്തു, മാനവരാശിയുടെ രക്ഷകൻ, നമ്മുടെ കർത്താവ്, അവർ ലോർഡ്, ഹല്ലേലൂയ, അവൻ ഒരു നല്ല തിരഞ്ഞെടുപ്പ് നടത്തി. എന്താണ്? ആദം തീരുമാനിച്ചു, ദൈവത്തിന്റെ ഇഷ്ടമല്ല, എൻ്റെ ഇഷ്ടം നടക്കണമെന്ന്. ഹൗവ തീരുമാനിച്ചു, ദൈവത്തിന്റെ ഇഷ്ടമല്ല, എൻ്റെ ശരീരത്തിന്റെ ഇച്ഛ, അതുപോലെ കാര്യങ്ങൾ നടക്കണമെന്ന്. കർത്താവ് യേശു ക്രിസ്തുവോ തൻ്റെ മുമ്പിൽ ഒരു പീഠാനുഭവവും, സഹിക്കേണ്ടുന്ന കഷ്ടവും, പിന്നെ ഒരു ക്രൂശ് മരണവും, യാതന സമ്പൂർണമായ ഒത്തിരി നിമിഷങ്ങളും കണ്ണിൽ കാണുമ്പോഴും അവൻ ഒരു തിരഞ്ഞെടുപ്പ് നടത്തി. ലോർഡ്, എൻ്റെ ഇഷ്ടമല്ല, നിന്റെ ഇഷ്ടം തന്നെ നടക്കട്ടെ എന്ന്. ഹല്ലേലൂയ. പരിണിത ഫലം എന്താണ്? നമ്മൾ ചിന്തിക്കുവാൻ തക്കവണ്ണം ഇടയായാൽ, ഷോർട്ട് സൈറ്റഡ് ആയിട്ട് നോക്കുവാൻ തക്കവണ്ണം ഇടയാകുമ്പോൾ നമുക്ക് തോന്നും പിന്നെ നടക്കുന്നത് ഉറ്റവരുടേവരുടെ കൂട്ടത്തിൽ എണ്ണപ്പെട്ടവനായിരുന്ന യൂദാസ് അടുക്കൽ വന്ന് കെട്ടിപ്പിടിച്ച് കർത്താവിനെ ഒറ്റുകൊടുക്കുന്നതാണ്. ഹല്ലേലൂയ. ആ ഒറ്റുകൊടുക്കപ്പെട്ട കർത്താവ് പടയാളികളാൽ പിടിക്കപ്പെട്ട ആസ്ഥാനത്തിലേക്ക് കൊണ്ടുപോയി പീഡിപ്പിക്കപ്പെടുന്നതാണ്. ഗബദയുടെ കൽത്തളത്തിൽ പീഡ അനുഭവിച്ച കർത്താവിന്റെ തോളത്ത് എടുക്കുവാൻ ആവതില്ലാതെ വണ്ണം ഭാരമേറിയ ഒരു മരക്കുരിശ് വെച്ചുകൊടുത്ത് അവനെ ഗൊൽഗോഥയോളം പോകുവാൻ തക്കവണ്ണം പടയാളികൾ നിർബന്ധിക്കുമ്പോൾ വീണത് എടുക്കുവാൻ കഴിയാതെ അവൻ പീഡാനുഭവത്തിലായിരിക്കുന്നത്. പിന്നെ ഗൊൽഗോഥയിലെത്തിയിട്ട് കാര്യരുമ്മാണികളാൽ കാൽകരങ്ങൾ തുളയ്ക്കപ്പെട്ട് ക്രൂശിൽ അവൻ കിടക്കുന്നത് കാണുവാൻ തക്കണം ഇടയാകുമ്പോൾ, അവിടെ പിടഞ്ഞ് അവൻ ജീവനെ വെക്കുവാൻ തക്കണം ഇടയാകുമ്പോൾ, ഷോർട്ട് സൈറ്റഡ് ആയിട്ടുള്ള ഒരു വിഷനാണ് നമുക്കുള്ളതെങ്കിൽ നമുക്ക് തോന്നും ദൈവഹിതത്തിന് ഏൽപ്പിച്ചു കൊടുത്തത് കൊണ്ട് തിക്താനുഭവങ്ങൾ അല്ലാതെ ഒന്നും നടന്നില്ല എന്ന്. പക്ഷേ ഹല്ലേലൂയ, എൻ്റെ ഇഷ്ടമല്ല, നിന്റെ ഇഷ്ടം തന്നെ നടക്കട്ടെ നാഥ എന്ന് പറഞ്ഞ് പിതാവിന്റെ കൈകളിലേക്ക് ഈ പുത്രൻ തമ്പുരാൻ തന്നെ താൻ ഏൽപ്പിച്ചു കൊടുക്കുവാൻ ഇടയാകുമ്പോൾ, ഇൻ ദ ലോങ് റൺ സംഭവിച്ചതെന്തെന്നറിയാമോ? അവന്റെ കഥ പിന്നെ പീഠാനുഭവങ്ങളിലൂടെ അവനെ നടത്തി സത്യം, കല്ലറയ്ക്കുള്ളിലാക്കി സത്യം. പക്ഷെ കല്ലറയ്ക്ക് അവനെ ഒതുക്കുവാൻ കഴിഞ്ഞില്ല, മരണത്തിന് അവനെ പിടിച്ചു വെക്കുവാൻ കഴിഞ്ഞില്ല, പിശാചിന് അവന്റെ മേൽ ജയം കൊണ്ടാടുവാൻ കഴിഞ്ഞില്ല. മൂന്നാം നാൾ ദൈവശക്തി അവനിൽ വ്യാപരിച്ച് അവൻ പിശാചിന്റെ തലയെ തകർത്ത് കല്ലറയെ ഭേദിച്ച് ഉയർത്തെഴുന്നേൽക്കുവാൻ തക്കണം ഇടയായി. ഇന്നവൻ ജയാളിയായ ക്രിസ്തുവൻ എന്നറിയപ്പെട്ട് ആയിരങ്ങളുടെ പതിനായിരങ്ങളുടെ ജാതികളുടെ എല്ലാം ലോകക്കാരുടെ എല്ലാം ആരാധന ഏറ്റുവാങ്ങി അഖിലാണ്ടത്തിന്റെ ഉടയവനായി, സൃഷ്ടികർത്താവായി, രാജാതി രാജാവായി, കർത്താവായി വർത്തിക്കുന്നു. അവിടെയാണ് ദൈവഹിതം അവനെ കൊണ്ട് എത്തിച്ചത്. ഫിലിപ്പിയ ലേഖനം വായിക്കുമ്പോൾ 2:5 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ പൗലോസ് അപ്പോസ്തലൻ ആത്മനിറവിന്റെ വെളിപ്പാട് പ്രാപിച്ചുകൊണ്ട് ഇவ்விധത്തിലാണ് പറഞ്ഞത്. അവൻ ക്രൂശിലെ മരണത്തോളം പിതാവിനോട് അനുസരണയുള്ളവനായിരിക്കാൻ തന്നെ താൻ ഏൽപ്പിച്ചു കൊടുത്തത് കൊണ്ട് എല്ലാ നാമങ്ങൾക്കും മേലായൊരു നാമം കൊണ്ട് അവനെ അലങ്കരിച്ച് എല്ലാ മുട്ടും അവന്റെ മുമ്പിൽ മടങ്ങുവാൻ ഇടവരുത്തി ദൈവം അവനെ ഉയർത്തുവാൻ തക്കൊണ്ടും ഇടയായി. ഇന്നീ പകൽവേളയിലും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിന്നോട് ഞാനൊരു ദൂതറിയിക്കുവാൻ ആഗ്രഹിക്കുകയാണ് കേട്ടോ. നിന്റെ ജീവിതത്തിൽ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ, പിശാചിന്റെ ഇഷ്ടം ചെയ്യുവാൻ, ലോകത്തിന്റെ ഇഷ്ടം ചെയ്യുവാൻ, ജഡത്തിന്റെ ഇഷ്ടം ചെയ്യുവാൻ നിന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്താൽ ശാപം, പ്രശ്നകരമായ ഒരു ജീവിതം, ഇതല്ലാതെ ഒന്നും കൈമുതലായി കിട്ടുകയില്ല. പക്ഷേ ജീവിതത്തിന്റെ ആ വഴിത്താരയിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ വെച്ച് വെളിപ്പാട് പ്രാപിക്കുവാൻ ദൈവം നിനക്ക് കൃപ തരുമ്പോൾ, എന്റെ ഇഷ്ടമല്ല കർത്താവേ, നിന്റെ ഇഷ്ടം എന്റെ ജീവിതത്തിൽ നടക്കട്ടെ എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുക്കുവാൻ തക്കവണ്ണം കഴിയുമെങ്കിൽ ആ നിമിഷം മുതൽ നിന്റെ ജീവിതത്തിൽ ഒരു ടേൺ അറൗണ്ട് നടക്കുവാൻ തക്കവണ്ണം ഇടയാകും. ചിലപ്പോൾ ആമേൻ പറഞ്ഞാൽ ഉടനെ അത്ഭുതം നടക്കും. പക്ഷേ
അത്ഭുതം അന്നേരം നടന്നില്ല എങ്കിലും, അല്ല നീ ആഗ്രഹിക്കുന്നതിന് വിരോധമായി ചിലതാണ് പിന്നെ വെളിപ്പെട്ട് വരുവാൻ തക്കൊണ്ട് ഇടയാകുന്നതെങ്കിലും, ഞാൻ ഉറപ്പിച്ച് പറയട്ടെ, അല്പനാൾ മുമ്പോട്ട് പോയി കഴിയുമ്പോൾ ചില നിമിഷങ്ങൾ അത് മിനിറ്റുകളായി മിനിറ്റുകൾ, മണിക്കൂറുകളായി മണിക്കൂറുകൾ, ദിവസങ്ങളായി ദിവസങ്ങൾ, ആഴ്ചകളായി ആഴ്ചകൾ, ചിലപ്പോൾ ഒരു വർഷമായി പരിണമിക്കുവാൻ ഇടയാകുമ്പോൾ, ഞാൻ പറയട്ടെ, ദൈവപ്രവൃത്തി അതിന്റെ പൂർണ്ണതയിൽ തികഞ്ഞു വരുവാൻ തക്കൊണ്ട് ഇടയാകുമ്പോൾ, നിന്റെ ജീവിതത്തിലേക്ക് സൈന്യത്താൽ നടക്കാത്ത, ശക്തിയാൽ നടക്കാത്ത, ദൈവത്തിന്റെ ആത്മാവിനാൽ മാത്രം സാധ്യമായിരിക്കുന്ന ചില ഉയർച്ചകൾ വന്നു കയറുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കും. ഇത് നീ മനസ്സിലാക്കുവാൻ തക്കൊണ്ട് ഇടയാകണം. നിന്റെയും പ്രാർത്ഥന ഇതാകട്ടെ, ലോർഡ് എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നടക്കണം. ലോർഡ് എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നടക്കണം. ഹല്ലേലൂയ. ബൈബിളിലുടനീളം ഈ ഒരു ഉപദേശം നമുക്ക് കാണുവാൻ കഴിയും കേട്ടോ. അവസാന പുസ്തകമെന്ന് പലരും പേർ വിളിക്കുന്ന, ഹല്ലേലൂയ, പുതിയ നിയമത്തിലെ ഏക പ്രവചന ഗ്രന്ഥമായിരിക്കുന്ന വെളിപ്പാട് പുസ്തകം പഠിച്ചാൽ അതിന്റെ 22-ാം അധ്യായം 17-ാം വാക്യത്തിൽ ഇവിധത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത് കാണുവാൻ കഴിയും. വരിക എന്ന് ആത്മാവും മണവാട്ടിയും പറയുന്നു. ദൈവത്തിന്റെ ആത്മാവും കർത്താവിന്റെ മണവാട്ടി എന്ന് പറയുന്ന സഭയും ഒരുമിച്ച് പറയുകയാണ്, വരിക. കേൾക്കുന്നവനും വരിക എന്ന് പറയട്ടെ. നമ്മൾ കൊണ്ടേ പറയണം, വരണം. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. എന്നിട്ട് എഴുതിയിരിക്കുകയാണ്, ദാഹിക്കുന്നവൻ വരട്ടെ, ഇച്ഛിക്കുന്നവൻ ജീവജലം സൗജന്യമായി വാങ്ങട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവ് എഴുതി വെച്ചിരിക്കുന്നതിന്റെ കാര്യം എന്താണ്? ജീവജലം സൗജന്യമായി കൊടുക്കുവാൻ തക്കവണ്ണം ഇഷ്ടം പോലെ ഉണ്ട് അവിടെ. ആഗ്രഹിക്കുന്ന എല്ലാവർക്കും അത് വാരി കോരി കൊടുക്കുവാൻ ദൈവത്തിന് കഴിയും. അവനതിന് സന്നദ്ധനാണ്. പക്ഷെ ആരാ കുടിക്കാൻ പോകുന്നത്? വഴിയെ പോകുന്നവനെല്ലാം അല്ല, കുടിക്കാൻ ഇച്ഛിക്കുന്നവനാണ്, അതിനായി തിരഞ്ഞെടുക്കുന്നവനാണ്. ഇത് നമ്മൾ ഗ്രഹിക്കുവാൻ തക്കൊണ്ട് ഇടയാകണം. You got to choose it. ദൈവം നൽകുന്നത് പ്രാപിക്കുവാൻ നീ തീരുമാനമെടുക്കണം. ദൈവത്തിന് മാത്രം നൽകുവാൻ കഴിയുന്നത് എനിക്കും വേണം എന്ന് നീ തീരുമാനിക്കണം. അതിനൊത്തവണ്ണം ആവശ്യമുള്ളത് ചെയ്യുവാൻ നീ തിരഞ്ഞെടുക്കേണ്ടതിന് ഇടവരണം. എങ്കിലേ അവങ്കിൽ നിന്ന് ഇത് പ്രാപിക്കുവാൻ ഒക്കത്തുള്ളൂ. God is not going to force his blessings upon you. അവൻ ഒരു നാളിലും തന്റെ അനുഗ്രഹം നിന്റെ വായി പൊളിച്ചു വെച്ച് നിന്റെ തൊണ്ടയ്ക്കകത്തേക്ക് ഇങ്ങനെ കുത്തിക്കയറ്റത്തില്ല. പക്ഷേ അത് പ്രാപിക്കണമെന്ന് ആഗ്രഹിച്ച് ചെയ്യുവാനുള്ളത് അനുസരണയോടെ ചെയ്യുവാൻ നീ തിരഞ്ഞെടുത്താൽ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കേണ്ടി വരികയില്ല. അനുഗ്രഹം നിന്റെ പിന്നാലെ ഓടിവന്ന് നിന്റെ മടിത്തട്ടിലേക്ക് ചാടിക്കയറി നീ അനുഗ്രഹിക്കപ്പെട്ടവനെന്ന് അറിയേണ്ടതിന് ആവശ്യമുള്ളതെല്ലാം ചെയ്യുവാൻ തക്കവണ്ണം ഇടയാകും. ഇത് നീ ഗ്രഹിച്ചേ മതിയാകത്തുള്ളൂ. Can I share with you one more principle about this? ഒരു കാര്യം കൂടി ഞാൻ ഇത് സംബന്ധിച്ചൊന്ന് പറഞ്ഞോട്ടെ. യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ഒക്കെ ജീവിതത്തിൽ, മാനവരാശിയുടെ മുഴുവനും ജീവിതത്തിൽ, ജീവനുള്ളവരുടെ ദേശത്ത് കണ്ണു തുറക്കുന്ന ഓരോ ദിവസത്തിന്റെയും ഓരോ നിമിഷത്തിലും പല 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 തിരഞ്ഞെടുപ്പുകൾ വരുവാൻ തക്കവണ്ണം ഇടയാകും. വിത്തൗട്ട് ചോയ്സ് എന്ന് പറയുന്ന ഒരൊറ്റ നിമിഷം പോലും ഇല്ല കേട്ടോ. Options are there in our life at all times, and thereby you need to understand choices also come our way. ഓപ്ഷൻസ് ഉള്ളിടത്തെല്ലാം തിരഞ്ഞെടുപ്പുകളുണ്ട്, ചോയ്സുകളുണ്ട്. പക്ഷേ യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് എവറി ചോയ്സ് ഹാസ് എ കോൺസിക്വൻസ് കേട്ടോ. എല്ലാ തിരഞ്ഞെടുപ്പുകൾക്കും ഒരു പരിണിത ഫലമുണ്ട്. ഇത് നമ്മൾ ഗ്രഹിക്കുവാൻ തക്കവണ്ണം ഇടയാകണം. ദൈവവചനം വായിക്കുവാൻ തക്കവണ്ണം ഇടയാകുമ്പോൾ ദൈവവചനത്തിൽ ഒരുപാട് ആത്മീക വിഷയങ്ങളുണ്ട് കേട്ടോ. ബീങ് ബോൺ അഗെയിൻ, രക്ഷ സ്വീകരിച്ച് ഒരു ദൈവപൈതലാകുന്ന വീണ്ടും ജനിക്കുന്ന പ്രക്രിയ ഈ വേദപുസ്തകത്തിനകത്തെ ഒരു വലിയ വിഷയമാണ്. ആത്മാവിന്റെ ശക്തി പ്രാപിക്കുക, ടു ബി ബാപ്റ്റൈസ്ഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ്, അത് വേദപുസ്തകത്തിലെ ഒരു വലിയ വിഷയമാണ്. സഭയായി ദൈവത്തെ ആരാധിക്കുക, അതൊരു വിഷയമാണ്, ആത്മീക വിഷയമാണ്. ഒരു ക്രൈസ്തവ ജീവിതം ക്രിസ്തു ആഗ്രഹിക്കുന്നവണ്ണം ജീവിക്കുക, അത് ഒരു ആത്മീക വിഷയമാണ് കേട്ടോ. ഹല്ലേലൂയ. ദൈവത്തിന് കൊടുക്കുക, അത് ശരിക്കും ഒരു ആത്മീക വിഷയമാണ്. ഒരു ആത്മീകന് മാത്രമേ അത് അറിയുവാൻ താല്പര്യം കാണത്തുള്ളൂ മാത്രം കേട്ടോ. അതൊരു ആത്മീക വിഷയമാണ്. പക്ഷെ നിങ്ങൾക്കറിയാമോ, ഇതുപോലെ തന്നെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ആത്മീക വിഷയമാണ് ഒരിക്കൽ ദൈവം തന്റെ സൃഷ്ടിയൊക്കെ ന്യായം വിധിക്കുമെന്നുള്ള വിഷയം. There is a judgment കേട്ടോ. എബ്രായ ലേഖനം വായിക്കുമ്പോൾ 9:27 പറയുന്നു, ഒരിക്കൽ മരണവും പിന്നത്തേതിൽ ന്യായവിധിയും സകല മനുഷ്യർക്കും നിയമിക്കപ്പെട്ടിരിക്കുകയാണ്. These are two appointments from which no man can run away from. ഈ ലോകത്തിൽ ഓരോരുത്തരുടെയും ജീവിതത്തിൽ 1000 അനിശ്ചിതത്വങ്ങൾ ഉണ്ടാകും. അവരുടെ മുമ്പിൽ പല ചോദ്യചിഹ്നങ്ങൾ കാണും. ഇപ്പം നമ്മുടെ കൊച്ചു കേരളത്തിനകത്ത് അടുത്ത ഇലക്ഷൻ വരുമ്പോൾ ആരായിരിക്കും മുഖ്യമന്ത്രി, ഏത് പാർട്ടി ആയിരിക്കും ജയിക്കുന്നത്? ദൈവത്തിനറിയാം, നമുക്കറിയത്തില്ല അല്ലേ? നമുക്കറിയത്തില്ല. അടുത്ത പ്രധാനമന്ത്രി ആരായിരിക്കും? നമുക്കറിയത്തില്ല. നാളെ നമ്മൾ കാണുമോ? നമുക്കറിയത്തില്ല. ഹല്ലേലൂയ. എക്കാലവും ഇന്ന് നമ്മൾ സ്നേഹത്തോടെ ആയിരിക്കുന്നെങ്കിലും നമ്മൾ ഭാര്യയും ഭർത്താവുമായി തന്നെ ഇതേ സ്നേഹത്തോടെ നിൽക്കുവാൻ പറ്റുമോ? ദൈവം കൃപ ചെയ്യട്ടെ. എന്നല്ലാതെ ഉറപ്പ് അങ്ങനെ എന്ന് പറയാനൊന്നും ഒക്കത്തില്ല. ഏറ്റവും ആരോഗ്യമുള്ളവന്, പാരമ്പര്യം പറയുന്നവന്, പണക്കൊഴുപ്പുള്ളവന്, ആർക്കെങ്കിലും ഞാൻ അടുത്ത 10 വർഷം തീർച്ചയായും ഈ ഭൂമുഖത്ത് കാണും എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഇതെല്ലാം അനിശ്ചിതത്വങ്ങളാണ്. പക്ഷേ സുനിശ്ചിതമായിരിക്കുന്ന 2 കാര്യങ്ങളുണ്ട്. എന്താണ്? ഒന്ന് മരണം, 2 അതിനപ്പുറമുള്ള ന്യായവിധി. എന്തുകൊണ്ടാ
ആയിരക്കണക്കിന് അനിശ്ചിതത്വങ്ങളുടെ മധ്യത്തിൽ ഇത് രണ്ടു മാത്രം സുനിശ്ചിതമായിരിക്കുന്നത് ഞാൻ പറയാം, ഈ രണ്ട് അപ്പോയിന്റ്മെന്റുകളും മനുഷ്യന് വേണ്ടി വെക്കുന്നതല്ല, ഈ രണ്ടും ദൈവം മനുഷ്യന് വേണ്ടി വെച്ചിരിക്കുന്നതാണ്. മാറ്റമില്ലാത്തവനായ ദൈവം മാറ്റമില്ലാത്തതിന്റെ വചനത്തിലൂടെ ഈ മാറ്റമില്ലാത്ത രണ്ട് അപ്പോയിന്റ്മെന്റുകൾ മനുഷ്യന് വെച്ചിരിക്കുമ്പോൾ അതിൽ നിന്ന് തെറ്റി ഒഴിയുവാൻ ആർക്കും ഒക്കത്തില്ല. പക്ഷേ ഞാൻ നിന്നോട് പറയുന്നത് ശ്രദ്ധിക്കൂ. യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവം ഒരു വര വരയ്ക്കുന്നു, ആ വരയിൽ കൂടെ നമ്മൾ നടക്കുന്നു. തിരഞ്ഞെടുക്കാനൊന്നുമില്ല, വേറെ വഴികളൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ നമ്മളെ വിധിച്ചിട്ട് കാര്യമുണ്ടോ? ചെയ്തതെല്ലാം ദൈവത്തിന്റെ പ്ലാൻ, പറഞ്ഞതെല്ലാം ദൈവം തന്നത്, ചിന്തിച്ചതെല്ലാം ദൈവത്തിന്റെ ചിന്ത, ചെയ്തതെല്ലാം അവൻ ഇങ്ങനെ ചരട് വലിച്ചത് കൊണ്ട് എന്നൊക്കെ പറയാം. ദൈവം എങ്ങനെ നമ്മളെ വിധിക്കും? എന്തിനു നമ്മളെ തല്ലണം? അല്ലേ? നോ, അതല്ല. പ്രൈസ് ഗോഡ്. ഇഫ് ദർ ഇസ് ജഡ്ജ്മെന്റ്, ന്യായവിധി എന്നൊന്നുണ്ടെങ്കിൽ ഇറ്റ് പ്രീസപ്പോസസ് ദാറ്റ് ദർ വാസ് ചോയ്സ്. മനസ്സിലാകുന്നു? നമുക്ക് തിരഞ്ഞെടുക്കുവാൻ അവസരമുള്ളത് കൊണ്ട്, അവകാശമുള്ളത് കൊണ്ട്, അധികാരമുള്ളത് കൊണ്ടാണ് നമ്മൾ വിധിക്കപ്പെടും എന്ന് ദൈവം പറയുവാൻ തക്കണിവിടെയാകുന്നു. നമുക്ക് തിരഞ്ഞെടുക്കാൻ അവകാശമില്ലായിരുന്നെങ്കിൽ, അധികാരമില്ലായിരുന്നെങ്കിൽ, അതിനുള്ള അവസരം നമുക്ക് കിട്ടിയില്ലായിരുന്നെങ്കിൽ ഒരിക്കലും ദൈവത്തിന് നമ്മളെ വിധിക്കാൻ ഒക്കത്തില്ല. ബട്ട് ഗോഡ് സേസ് ഐ എം ഗോയിങ് ടു ജഡ്ജ് യു വൺ ഓഫ് ദീസ് ഡേയ്സ്. ഒരു ദിവസം ന്യായ വിധിക്കാൻ നീ എന്റെ മുമ്പിൽ നിൽക്കേണ്ടി വരും. ദൈവത്തിന്റെ വചനം നമ്മളോട് ഇടപെടുവാൻ തക്കൊണ്ട് ഇടയാകും. ആൻഡ് വെൻ വി ഗോ ദർ, അവന്റെ മുമ്പിൽ നമ്മൾ നിൽക്കുവാൻ തക്കൊണ്ട് ഇടയാകുമ്പോൾ മനസ്സിലാക്കണം, അന്ന് വിധിക്കപ്പെടുവാൻ പോകുന്നത് നമ്മൾ എടുത്ത തിരഞ്ഞെടുപ്പുകളുടെ ബേസിസിലാണ്. കേട്ടോ? അതാണ് അടിസ്ഥാനം. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട വസ്തുത എന്താണെന്ന് അറിയാമോ? ജീവിതത്തിൽ ഓരോ നിമിഷത്തിലും ഹല്ലേലൂയ തിരഞ്ഞെടുപ്പുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഇടിച്ചു കയറുവാൻ തക്കവണ്ണം ഇടയാകുമെങ്കിൽ നമ്മൾ എടുക്കുന്ന ഓരോ തിരഞ്ഞെടുപ്പിനെയും ദൈവം ഇവാലുവേറ്റ് ചെയ്യും. എന്ന് പറഞ്ഞാൽ വിലയിരുത്തുവാൻ തക്കവണ്ണം ഇടയാകും. രണ്ട്, നമ്മൾ മനസ്സിലാക്കണം, ഈ വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എടുക്കുന്ന തിരഞ്ഞെടുപ്പുകളെ ദൈവം ജഡ്ജ് ചെയ്യും. എന്ന് പറഞ്ഞാൽ അവൻ വിധിക്കുവാൻ തക്കവണ്ണം ഇടയാകും. ഈ വിലയിരുത്തലും ഈ വിധിക്കലും നടക്കുമ്പോൾ മൂന്നാമത്തെ വസ്തുത തെളിഞ്ഞു വരണം. അല്ല, നല്ല തിരഞ്ഞെടുപ്പുകൾക്ക് പ്രതിഫലം കിട്ടും, ചീത്തയായ തെറ്റായ തിരഞ്ഞെടുപ്പുകൾക്ക് ശിക്ഷാവിധി ഉണ്ടാകും. കാര്യം ഗ്രഹിക്കുന്നവർ ഒരു ഹല്ലേലൂയ പറഞ്ഞേ. നല്ല ശക്തിയോടെ ഒരിക്കൽ കൂടെ ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. അപ്പൊ ഈ കാര്യം ആഴത്തിൽ നമ്മൾ ഗ്രഹിക്കുവാൻ തക്കവണ്ണം ദൈവം കൃപ തരട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ പറയട്ടെ. ഇത് ഗ്രഹിച്ചാൽ നമുക്ക് പിന്നെ ചുമ്മാ തോന്നിവാസം കാണിക്കാൻ ഒക്കത്തില്ല. നമ്മുടെ ഓരോ തിരഞ്ഞെടുപ്പിനെയും വളരെ ശ്രദ്ധയോടെ സസൂക്ഷ്മം നിരീക്ഷിച്ചല്ലാതെ എടുക്കുവാൻ പറ്റാതെയാകും. മനസ്സിലാകുന്നുണ്ടോ? വി ഗോട്ട് ടു ബി കെയർഫുൾ. ഇതിന് തിക്തമായ പരിണിത ഫലങ്ങൾ വരുത്തുവാൻ സാധ്യതയുണ്ട്. ദൈവമാകെ നിൽക്കുമ്പോൾ അവൻ നമ്മളെ ശിക്ഷയ്ക്ക് വിധിക്കുവാൻ ഇടവരുത്തേണ്ടതിനുള്ള ഒരു പൊട്ടൻഷ്യൽ ഈ തിരഞ്ഞെടുപ്പിനുണ്ട്. ഇത് മനസ്സിലാക്കി സൂക്ഷ്മതയോടെ വേണം ഇതിനെ കൈകാര്യം ചെയ്യാൻ. ചുമ്മാ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ അതിലെ ചാടാൻ ഒക്കത്തില്ല. എനിക്ക് കെട്ടിപ്പിടിക്കാൻ തോന്നുന്നു, കണ്ടവളെ കെട്ടിപ്പിടിക്കാൻ ഒക്കത്തില്ല. നോ 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 നോ, പറ്റത്തില്ല. സൂക്ഷിക്കണം, ആലോചിക്കണം, ദൈവകൃപയിൽ ശരണപ്പെട്ട് പ്രാർത്ഥിക്കണം. ദൈവം നടത്തുന്നതിലേ മാത്രമേ പോകാവൂ. അവൻ കാണിക്കുന്നിടത്തെ കാൽ ചവിട്ടാവൂ. അവൻ പറഞ്ഞു തരുന്നതേ നാവെടുത്ത് പറയാവൂ. അവൻ നയിക്കുന്നതിലെ മാത്രമേ കൈകൊണ്ട് പ്രവർത്തിക്കാവൂ. അവർ ചോയ്സസ് മാറ്റർ. ഇത് നമ്മൾ ഗ്രഹിക്കുവാൻ തക്കണമിടയാണ്. സുനിൽ പാസ്റ്റർ വായിച്ചു തന്ന ആ വേദശകലമുണ്ടല്ലോ, അതിനകത്ത് ഈ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഒരു മനുഷ്യൻ തൻ്റെ ജീവകാലത്ത് എടുക്കേണ്ടി വരുന്ന 3 വളരെ പ്രധാനപ്പെട്ട തിരഞ്ഞെടുപ്പുകളെ കാണുവാൻ കഴിയും. കേട്ടോ, ഇതാണ് എനിക്ക് നിങ്ങളോട് പങ്കുവയ്ക്കാനുള്ള വിഷയം. ഈ 3 പ്രധാനപ്പെട്ട തിരഞ്ഞെടുപ്പുകൾ അത് ശരിയായി എടുത്താൽ ജീവിതം അനുഗ്രഹിക്കപ്പെടും. എന്തെങ്കിലും തെറ്റായി നമ്മൾ തിരഞ്ഞെടുത്താലോ, ഞാൻ ഉറപ്പിച്ച് പറയട്ടെ, വലിയ കഷ്ടത്തിലാകും. നമ്മൾ ക്ലേശം അനുഭവിക്കേണ്ടി വരും. അയ്യോ ഇതെന്റെ തലവിധിയ എന്ന് പറഞ്ഞാൽ ദൈവം തമ്പുരാൻ പറയും, വിധിയല്ല, ഞാൻ നിന്നെ അനുഗ്രഹം അനുഭവിക്കാനാണ് വിളിച്ചത്. അതായിരുന്നു നിന്റെ വിധി. പക്ഷെ നീ നിന്റെ വിധിയെ തിരുത്തി കുറിച്ചതാ. നിന്റെ കയ്യിലിരിപ്പ് കൊണ്ട്, നിന്റെ തെറ്റായ തിരഞ്ഞെടുപ്പ് കൊണ്ടാണ് ഈ ക്ലേശമെല്ലാം നീ പേറേണ്ടി വരുന്നത്. അവൻ പറയുവാൻ തകർന്നില്ല. So let me share with you what these 3 choices are. എന്തൊക്കെയാണ് ഈ തിരഞ്ഞെടുപ്പുകൾ? ഒന്നാമത്തെ തിരഞ്ഞെടുപ്പ് ഇത് കാണാൻ കഴിയുന്നത് ഉൽപ്പത്തി പുസ്തകത്തിന്റെ 2-ാം അധ്യായം 15, 16, 17 വാക്യങ്ങളിലായിട്ടാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. ശ്രദ്ധിക്കുക. യഹോവയായ ദൈവം മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോയി ഏദൻ തോട്ടത്തിൽ വേല ചെയ്യുവാനും അതിനെ സംരക്ഷിക്കുവാനും അവിടെ ആക്കി. യഹോവയായ ദൈവം മനുഷ്യരോട് കൽപ്പിച്ചത് എന്തെന്നാൽ, തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും ഫലം നിനക്ക് ഇഷ്ടം പോലെ തിന്നാം. കേട്ടോ, ഇങ്ങനെ പറക്കി തിന്നാം. എന്നാൽ നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിൻ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. കേട്ടോ, ചിലത് കാണിച്ചിട്ട് നിനക്ക് ഇതൊക്കെ തിന്നാം. മത്തങ്ങ, മുന്തിരി, മാതളം തിന്നാം. കേട്ടോ, തോട്ടത്തിന്റെ നടുവിലൊരു വൃക്ഷമുണ്ട്, അതിന്റെ ഫലത്തെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു ഇത് തിന്നരുത്, ഡോണ്ട് ഡു ഇറ്റ്, പറയുവാൻ തകർന്നുമിടയായി. കേട്ടോ,
രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇത് തിന്നാം, ഇത് തിന്നരുത് എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ ഇത് ദൈവത്തിൻ്റെ കൽപ്പനയാണ്, അത് നമുക്കറിയാം കേട്ടോ, കൽപ്പനയാണെന്നറിയാം. പക്ഷെ നിങ്ങൾക്കറിയാമോ, ഇത് ചെയ്യരുത് എന്ന് പറയുന്ന ദൈവം അതിലൂടെ നമ്മളോട് വരച്ച് കാണിക്കുന്ന സത്യം ഇതാണ്: തിന്നാവുന്നത് തിന്നാനും തിന്നരുതാത്തത് തിന്നേണ്ടെന്ന് വെക്കാനും തിരഞ്ഞെടുക്കാനുള്ള കഴിവ് മനുഷ്യനിൽ ദൈവം നിക്ഷേപിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ദൈവം ഇങ്ങനെ പറയുന്നത് കേട്ടോ. അല്ല, ദൈവഹിതത്തിന് വിരോധമായി പ്രവർത്തിക്കാനുമുള്ള കഴിവ് ഈ മനുഷ്യന്റെ അകത്തുണ്ട്. അല്ല എങ്കിൽ ദൈവം ചരട് വലിക്കുന്ന വെറും പപ്പറ്റുകളായി പോകും മനുഷ്യൻ കേട്ടോ. അങ്ങനെയല്ല ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. താൻ ചരട് വലിക്കുന്നത് കൊണ്ട്, സമ്മർദ്ദം ചെലുത്തുന്നത് കൊണ്ട് തന്നെ തിരഞ്ഞെടുക്കുന്ന, തന്നെ ആരാധിക്കുന്ന ഒരു കൂട്ടം പാവകളെ അല്ല ദൈവം ആഗ്രഹിച്ചത്. തിരഞ്ഞെടുക്കുവാൻ അവസരവും കഴിവും ഉള്ളപ്പോഴും എനിക്ക് ദൈവത്തെ മതി എന്ന് പറഞ്ഞ് ദൈവത്തിന്റെ കാലിൽ കെട്ടിപ്പിടിച്ച് കിടക്കുന്ന ഒരു കൂട്ടം ദൈവജനത്തെയാണ് ദൈവം ആഗ്രഹിച്ചത്. നമ്മളിത് ഗ്രഹിക്കണം. ഈ കഴിവ് നമ്മളിൽ ഉണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാലോ, ഹല്ലേലൂയ. രണ്ടാമത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി നോക്കുക, കല്ലുകളെ അപ്പമാക്കാൻ പിശാച് യേശു കർത്താവിനെ പരീക്ഷിക്കുന്ന ഘട്ടത്തിൽ യേശുവിനോട് പറയുമ്പോൾ നോക്കണം, ലൂക്കോസ് 4:4 യേശു കർത്താവ് ഈ പിശാചിനോട് പറയുന്നത് ഇങ്ങനെയാണ്: മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത് എന്ന് എഴുതിയിരിക്കുന്നു. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, പിന്നെ എങ്ങനെയാ ജീവിക്കുന്നത്? ഹല്ലേലൂയ. ദൈവത്തിന്റെ തിരുവായി മൊഴിയുന്ന സകല വചനങ്ങളിലൂടെയാണെന്ന് യേശു പറഞ്ഞു. അപ്പം നമ്മൾ മനസ്സിലാക്കണം, ഈ ബൈബിൾ ഇങ്ങനെ വായിച്ചുകൊണ്ടിരുന്നാൽ, ദൈവത്തിൻ്റെ വചനം ഭക്ഷിച്ചുകൊണ്ടിരുന്നാൽ നമ്മൾ നല്ല മസിലായി വരും എന്നാണോ പറഞ്ഞതിൻ്റെ അർത്ഥം? അല്ല. നോ നോ നോ. യേശു പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? ഹല്ലേലൂയ. ഈ ശരീരത്തിന് ഭക്ഷണം വേണം, അതുപോലെ തന്നെ ആത്മാവിന് വചനം വേണം. നമുക്ക് മുന്നോട്ട് പോകുവാൻ ആവശ്യമുള്ള ആ ആക്കം നമ്മളിലേക്ക് പകരുന്നത് എന്താണ്? ദൈവം തിരുവായി മൊഴിയുന്ന ദൈവവചനമാണ്. അപ്പൊ ഇതൊക്കെ ഒന്ന് ഒത്ത് നോക്കുവാൻ തക്കൊണ്ട് ഇടയാകുമ്പോൾ യഥാർത്ഥത്തിൽ അപ്പം, ഭക്ഷണം എന്ന പദപ്രയോഗങ്ങൾ കൊണ്ട് ദൈവവചനം അർത്ഥമാക്കുന്നത് ഈ അപ്പവും സ്റ്റൂവും അല്ലെങ്കിൽ ഇടിയപ്പവും മുട്ടക്കറിയും അങ്ങനത്തെ സാധനം മാത്രമല്ല, പിന്നെയോ നമ്മുടെ അകത്തോട്ട് പോകുന്ന എല്ലാത്തിനെയുമാണ് എന്ന് നമ്മൾ ഗ്രഹിക്കുവാൻ തക്കണമിടയാണ്. ആദമിനെ നോക്കി ദൈവം ഇவ்விதം ഒരു കൽപ്പന കൊടുക്കുമ്പോൾ, എന്ന് പറഞ്ഞാൽ ചിലത് തിന്നാം ചിലത് തിന്നരുത് എന്നൊരു കൽപ്പന കൊടുക്കുമ്പോൾ യഥാർത്ഥത്തിൽ ജീവവൃക്ഷം അല്ലെങ്കിൽ ട്രീ ഓഫ് ലൈഫ്, അതിൽ നിന്ന് നീ തിന്നോളൂ, അത് വിലക്കിയിരുന്നില്ല, അറിയാമല്ലോ അല്ലേ? അത് തിന്നോളൂ. അറിവിന്റെ വൃക്ഷം, ട്രീ ഓഫ് നോളജ്, അതിൽ നിന്ന് തിന്നരുത് എന്ന് ദൈവം പറയുവാൻ തക്കൊണ്ട് ഇടയാകുമ്പോൾ കർത്താവ് പറയുന്നത് എന്താണ്? തെറ്റായ തിരഞ്ഞെടുപ്പ് നടത്തിയാൽ അത് നിന്റെ ജീവിതത്തിൽ മരണം കൊണ്ടുവരും കേട്ടോ. വേണ്ട എന്ന് ദൈവം പറഞ്ഞിരിക്കുന്നത് അകത്തേക്ക് പോകുവാൻ നീ അനുവദിച്ചാൽ അത് അകത്തോട്ട് കൊണ്ടുവരുന്നത് മരണമാണ്, ശാപമാണ്. ദൈവം വിലക്കാത്തത് നീ എടുത്തോ എന്ന് പറഞ്ഞിരിക്കുന്നത് അകത്തോട്ട് കൊണ്ടുപോയാലോ അത് നിനക്ക് ജീവനായി പരിണമിക്കുവാൻ തക്കവണ്ണം ഇടാവും. ഇതാണ് കർത്താവ് നമ്മളോട് പറയുന്നത്. അപ്പോൾ വാട്ട് ഈസ് ദ ഫസ്റ്റ് ചോയ്സ് ദാറ്റ് കംസ് ടു മാൻ? മനുഷ്യന്റെ ജീവിതത്തിൽ വരുന്ന ഒന്നാമത്തെ തിരഞ്ഞെടുപ്പ് എന്താണ്? യു ക്യാൻ ചൂസ് വാട്ട് ഗോസ് ഇൻ ടു യു. മനസ്സിലായി? നിന്റെ അകത്തേക്ക് എന്തു പോകണമെന്ന് തീരുമാനിക്കുന്നത് നാട്ടുകാരല്ല, വീട്ടുകാരല്ല, പിശാചല്ല, സർവശക്തനായ ദൈവം പോലുമല്ല, നീയാണ്. എങ്ങനെയൊക്കെയാ ഈ സാധനങ്ങൾ അകത്ത് പോകുന്നത്? എന്തൊക്കെയാ ഈ സാധനങ്ങൾ അകത്തോട്ട് പോകുന്നത്? ചിലർക്ക് സംശയം തോന്നും. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറയാം, നീ എന്ത് കേൾക്കുന്നു അത് ഇതിലെ അകത്തോട്ട് പോകും, നീ എന്ത് കാണുന്നു അത് ഇതിലെ അകത്തോട്ട് പോകും കേട്ടോ. ഇത് നീ ഗ്രഹിക്കുവാൻ തക്കണം ഇടയാകണം, ഇത് നീ ഗ്രഹിക്കുവാൻ തക്കണം. അപ്പൊ നീ നിന്നോട് തന്നെ ചോദിക്കണം, വാട്ട് ആം ഐ ലിസണിങ് ടു? ഞാൻ എന്തുവായി കേൾക്കുന്നത്? എല്ലാ ദിവസവും എന്തുവായി കേൾക്കുന്നത്? ചിലരുണ്ടല്ലോ, അവരുടെ വീട്ടുകാർ പറയുന്നത്, നാട്ടുകാർ പറയുന്നത്, അധ്യാപകർ പറയുന്നത് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുക. നീ ഗുണം പിടിക്കില്ല, നിന്നെ കണ്ട കൊള്ളത്തില്ല, ഒരു കല്യാണം നിനക്ക് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല, ഇങ്ങനെ ഓരോരുത്തർ പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ. നിനക്ക് കഴിവില്ല, നീ പാടിയ ശരിയാകില്ല, നെഗറ്റിവിറ്റി, ഇതിങ്ങനെ കേട്ടോണ്ടിരിക്കും. ചിലരെന്ത് ചെയ്യുമെന്നറിയാം, ഈ കേൾക്കുന്ന നെഗറ്റിവിറ്റി എല്ലാം രണ്ട് ചെവി ഇങ്ങനെ പിടിച്ചു കൊടുത്ത്, മനസ്സിലായോ, ഇത് ഇട്ടാട്ടെന്ന് പറഞ്ഞ് അകത്തോട്ടെടുക്കും. അവരാണ് മറ്റേ കമലഹാസൻ സാറ് പറയുന്നത് പോലെ കേട്ടോ, ഇങ്ങനെ തലയും താഴ്ത്തി പിടിച്ച് കയ്യും തൂക്കിയിട്ട് വാഴുവേമായം കട്ടപ്പുക എന്ന് പറഞ്ഞ് നടക്കുവാൻ തക്കണം ഇവിടെ ആകുന്നു. ബിക്കോസ് ദേ ഹിയർ നെഗറ്റീവ് തിങ്സ്. അത് അവരുടെ ഉള്ളറകളിലേക്ക് ചെന്നടിഞ്ഞിട്ട് അവരുടെ ജീവിതത്തെ സ്വാധീനിച്ചിരിക്കുകയാണ്. അങ്ങനെ കേട്ട് അതിനൊത്തവണ്ണം ജീവിതത്തെ നിയന്ത്രിക്കാൻ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു പെൺകുട്ടിക്ക് പെണ്ണുകാണൽ ചടങ്ങിന് തല ഉയർത്തി പിടിച്ചുകൊണ്ട് വരുംകാല മണവാളന്റെ മുമ്പിൽ വന്ന് നിൽക്കാനൊക്കത്തില്ല. ആർക്കും എന്നെ ഇഷ്ടപ്പെടത്തില്ല, എനിക്ക് വന്ന് നിൽക്കാനൊക്കത്തില്ല, സാരി ഉടുത്ത എനിക്ക് ചേരത്തില്ല, എൻ്റെ മുടി എലിവാല് പോലെ ഇരിക്കുക, കൊള്ളത്തില്ല, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. നോബഡി ക്യാൻ ഹെൽപ്പ് ഹർ. ഇത് കേട്ടോണ്ടിരിക്കുന്ന ഒരു പയ്യന് കേട്ടോ,
എനിക്കധികം പഠിക്കാനൊക്കത്തില്ല. എൻ്റെ സാർ എപ്പോഴും എന്നോട് പറയും, കണക്കിന് നീ കൊള്ളത്തില്ല, നീ കൊണം പിടിക്കത്തില്ല, നീ മണ്ടന, ഓ മരങ്കോടനാന്ന്. കേട്ട് വിശ്വസിക്കുകയാണ്. ബട്ട് ഐ വോണ്ട് ടു ടെൽ യു സംതിങ്. ഇങ്ങനത്തെ വല്ലായ്മപ്പെട്ട വർത്തമാനം, ഈ നെഗറ്റീവ് വർത്തമാനം, ഇതെല്ലാം കൂടെ നീ കേട്ട് അകത്ത് വെക്കണമെന്നില്ല. യു ക്യാൻ ചൂസ് വാട്ട് ഗോസ് ഇൻ ടു യു. കേട്ടോ, ചൂസ് ടു റിജക്ട് ഇറ്റ്. നീ തീരുമാനിക്കണം, ഇതിനെ ഞാൻ പുറന്തള്ളും, ഇതിനെ ഞാൻ സ്വീകരിക്കത്തില്ല, ഇതിനെ ഞാൻ ഓടിക്കും, ശാസിച്ചകറ്റും. നീ തീരുമാനിക്കുവാൻ തക്കണം ഇവിടെയാണ്. അവർ പറയുന്നത് സത്യമല്ലയോ? ഞാൻ പറയാം അല്ല. അതെങ്ങനെ ശരിയാകും? ബിക്കോസ് ദ ബൈബിൾ സേസ്, നീ അവന്മാരുടെ പറച്ചിലിനൊത്തവണ്ണമല്ല, ദൈവത്തിന്റെ സാദൃശ്യത്തിന് സ്വരൂപത്തിനൊത്തവണ്ണം സൃഷ്ടിക്കപ്പെട്ട വ്യക്തിയാണ്. ദൈവത്തിന് കഴിയാത്ത വല്ലതും ഉണ്ടോ? അവനിൽ എന്തെങ്കിലും അപൂർണതയുണ്ടോ? അവനിൽ എന്തെങ്കിലും കഴിവുകേടുണ്ടോ? അവൻ ബലഹീനനാണോ? ആ സാദൃശ്യത്തിലാണ് നിന്നെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഞാൻ നിന്നോട് ഇങ്ങനെ പറയട്ടെ, ഞാനിങ്ങനെ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പം ആ വാതിലൂടെ ഒരു കൊച്ചു പൂച്ചക്കുട്ടി ഇങ്ങനെ നടന്ന് കയറി ഇങ്ങനെ വന്ന് എൻ്റെ കാലിൽ ഇങ്ങനെ മുട്ടി ഉരുമി ചൊറിഞ്ഞ് നിൽക്കുകയാണെന്ന് ഇരിക്കട്ടെ. ദേഷ്യം വന്നിട്ട് ഞാൻ ഇതിനെ നോക്കി ഒരു തൊഴിയും കൊടുത്ത് പട്ടി എന്ന് പറഞ്ഞാൽ ചോദിക്കട്ടെ, അത് പട്ടിയാകുമോ? നെവർ, അല്ലേ? ഓഹോ, അത് മനസ്സിലായ നിന്നോട് ഞാൻ ചോദിക്കും, എന്താ അത് പട്ടിയാവാത്തത്? ഞാൻ പറഞ്ഞ എന്താ അത് പട്ടിയാകാത്തത്? ഐ വിൽ ടെൽ യു വൈ. അല്ല, നീ ഒന്ന് ആലോചിച്ചാൽ നിനക്ക് മനസ്സിലാകും. അത് പട്ടിയാകാത്തത് മറ്റൊന്നും കൊണ്ടല്ല, അതിനെ സൃഷ്ടിച്ച ദൈവം അതിനെ പട്ടിയായിട്ടല്ല പൂച്ചയായിട്ട് സൃഷ്ടിച്ചിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, കഴിവുകളോടെ ബലഹീനനായിട്ടല്ല, ക്രിസ്തുവിന്റെ ബലമേറ്റെടുത്ത് ബലവാനായി ജീവിപ്പാൻ, ജയാളിയായി തീരുവാൻ സൃഷ്ടിക്കപ്പെട്ട നീ, നാട്ടുകാരൊക്കെ നിന്നെ പരാജിതനെന്ന്, കൊള്ളരുതാത്തവനെന്ന്, ബലഹീനനെന്ന്, വല്ലായ്മപ്പെട്ടവനെന്ന് വിളിച്ചാൽ എങ്ങനെ അങ്ങനാകുന്നേ? സൃഷ്ടികർത്താവ് നിന്നെ നല്ലതായി സൃഷ്ടിച്ചിരിക്കുന്നത് കൊണ്ട്. ഐ വോണ്ട് ടു ടെൽ യു, ടേക്ക് യുവർ ഐഡന്റിറ്റി ഫ്രം വാട്ട് ദ വേർഡ് കോൾസ് യു. വചനം നിന്നെ എന്തെന്ന് പറയുന്നു അതാണ് നീ എന്ന് മനസ്സിലാക്കി ആ ഐഡന്റിറ്റി ഏറ്റെടുക്കുവാൻ തക്കണം ഏൽപ്പിച്ചു കൊടുക്കണം. എന്തുവാ കാണുന്നത്, എന്തുവാ വായിക്കുന്നത്, ഇതൊക്കെ കണ്ണിനകത്തൂടെ അകത്ത് കയറും. കേട്ടോ, അകത്ത് കയറും. നിന്റെ ആ ലോകത്തിൽ എന്ന് പറഞ്ഞാൽ, ഇൻ യുവർ വേൾഡ്, ദാറ്റ് ഈസ് യുവർ സർക്കംസ്റ്റാൻസസ്, നിന്റെ സാഹചര്യത്തിൽ അവിടെ ടെലിവിഷൻ കാണും, ഇന്റർനെറ്റ് കാണും, ന്യൂസ് പേപ്പർ കാണും. ഞാനൊരു 1ാം ക്ലാസ് മർമ്മം പറയാം, ചിലപ്പോൾ നിന്റെ തലമണ്ടയ്ക്കകത്ത് ഇതുവരെ കയറാത്തൊരു മർമ്മം. എന്താണെന്നറിയാമോ? പത്രം നിന്നെ വായിക്കുകയല്ല, നീ പത്രത്തെ വായിക്കുകയാണ്. മനസ്സിലായി? TV നിന്നെ കാണുകയല്ല, നീ TV കാണുകയാണ്. അങ്ങനെയാണെങ്കിൽ നീ മനസ്സിലാക്കണം, പത്രത്തിന്റെ ഏത് ഭാഗം നീ കാണണമെന്ന് നീ നിശ്ചയിക്കണം. മനസ്സിലായോ? നമ്മൾ ഇതങ്ങോട്ട് തുറന്നു പിടിച്ചാൽ ഉടനെ, കേട്ടോ, തുറന്നു പിടിച്ചാൽ ഉടനെ നമ്മൾ തപ്പും. ഇന്ന് ഏതെങ്കിലും പാസ്റ്റർ വെട്ടിച്ചതിന്റെ കഥയുണ്ടോ? മനസ്സിലായോ? ഏതെങ്കിലും ക്രിസ്ത്യാനി ആരെങ്കിലും ബലാത്സംഗം ചെയ്തോ? ഇത് കാണാൻ വേണ്ടി നോക്കിയാൽ അതേ കാണത്തുള്ളൂ. മനസ്സിലാകുന്നുണ്ടോ? അല്ല, നീ ഒന്ന് പരിധി നോക്കണം. എന്തെങ്കിലും ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഉണ്ടോ? വാഴാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന നീ, അതിന് തക്കവണ്ണം അഭിഷേകവും നിയോഗവുമുള്ള നീ വാഴേണ്ടതിന് എന്തവസരമുണ്ട് അത് പരതണം. TV കാണാനിരിക്കുമ്പോൾ FIR ഭയങ്കര ഇഷ്ടമാണ് നിനക്ക്, പാതിരാത്രി കുത്തിയിരുന്ന് കാണുകയാണ് നീ. എൻ്റെ ചോദ്യം, FIR അല്ലാതെ എന്തെല്ലാം നല്ല പ്രോഗ്രാമുകൾ അതിലുണ്ടെന്നറിയാമോ? ഹല്ലേലൂയ. ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷിയുടെ കാശും വാങ്ങിച്ചിട്ടോ ഇന്ത്യ വാണ്ട്സ് ടു നോ എന്നല്ലാതെ പല കാര്യങ്ങൾ അതിനകത്ത് കേൾക്കാനുണ്ട്. കേട്ടോ, പല കാര്യങ്ങൾ TV-ക്കകത്ത് കാണാനും കേൾക്കാനുണ്ട്. എന്തിന്? ഇതുപോലെയുള്ള ദൈവവചന പ്രസംഗങ്ങൾ കേൾക്കാം. നീ പ്രസംഗം കേട്ട ഉടനെ ബോറടിക്കും, ഉറങ്ങും. അതൊക്കെ മാറ്റി വെച്ചിട്ട് വചനം കേൾക്കണം. പാട്ടുപാടി ദൈവത്തെ ആരാധിക്കാൻ അവസരമുണ്ടെങ്കിൽ അതും മുതലാക്കണം. അത് നിന്റെ ജീവിതത്തിൽ അനുഗ്രഹമായി പരിണമിക്കും. അത് ചെയ്യുന്നതിന് പകരം കണ്ട വേണ്ടാധീനമെല്ലാം കണ്ട് ഇതൊക്കെ അകത്താക്കുവാൻ തുടങ്ങിയാൽ നിന്നോക്ക് ഈ അകത്ത് കയറുന്ന വേണ്ടാധീനം മരണമായി പരിണമിക്കുവാൻ തക്കണമിടയാകും. You need to understand. നീ എന്ത് തിന്നും, ദാറ്റ് ഈസ് സംതിങ് യു നീഡ് ടു ചൂസ്. നീയാണ് തിരഞ്ഞെടുക്കേണ്ടുന്നത്. മനസ്സിലാക്കുക, ഇന്ന് നീ എന്ത് തിന്നുമോ നാളെ നീ അതാകും. Did you get that? ഹല്ലേലൂയ. പ്രാർത്ഥിച്ചാൽ അതിൻ്റെ ആഴം നിനക്ക് മനസ്സിലാകും. ഇതാ രണ്ടാമത്തെ തിരഞ്ഞെടുപ്പ്. ഉൽപ്പത്തി പുസ്തകം 2:19 വാക്യമാണ്. ഉൽപ്പത്തി പുസ്തകം 2:19 വചനം പറയുന്നു, യഹോവയായ ദൈവം ഭൂമിയിലെ സകല മൃഗങ്ങളെയും ആകാശത്തിലെ എല്ലാ പറവകളെയും നിലത്ത് നിന്ന് നിർമ്മിച്ചിട്ട് മനുഷ്യൻ അവയ്ക്ക് എന്ത് പേരിടുമെന്ന് കാണുവാൻ അവന്റെ മുമ്പിൽ വരുത്തി. സകല ജീവജന്തുക്കൾക്കും മനുഷ്യനിട്ടത് അവയ്ക്ക് പേരായി. കേട്ടോ, മനുഷ്യനിട്ടത് അവയ്ക്ക് പേരായി. ഓഹ്, വണ്ടർഫുൾ. ഭയങ്കര ഒരു കാര്യമാണ് ഈ വേദശകലം പറയുന്നത്. കേട്ടോ, ഈ ചരാചരങ്ങളെയൊക്കെ ആദം സൃഷ്ടിച്ചതല്ല, ദൈവം സൃഷ്ടിച്ചതാണ്. ആദം ഇങ്ങനെ ഇരുന്ന് വാ 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 എന്ന് വിളിച്ചതല്ല, ദൈവമാ ഇതിനെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തിയത്. മനസ്സിലായോ?
ക്ഷണിക്കപ്പെടാത്ത അതിഥികൾ എന്നോണം നനച്ചിരിക്കാത്ത വേളയിൽ ദൈവത്തിൻ്റെ കരത്തിൻ്റെ നിയന്ത്രണ നിമിത്തം ഇതൊക്കെ മുമ്പിൽ വന്നു നിന്നു. ഞാനിത് കാണുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇടിച്ചു കയറുന്ന ചില സാഹചര്യങ്ങളെ ഓർത്തു പോവുകയാണ്. നനച്ചിരിക്കാത്ത നേരത്തെ ക്ഷണിക്കപ്പെടാത്ത അതിഥിയെപ്പോലെ ഇടിച്ചു കയറുന്ന പരാജയങ്ങൾ, അനാഥത്വം, പ്രശ്നങ്ങൾ, ജോലി പോകുന്ന അനുഭവങ്ങൾ, അയ്യോ ഇതൊക്കെ ഞാൻ ഇതിനകത്ത് കാണുകയാണ് കേട്ടോ. പക്ഷേ ഇതൊക്കെ ഞാൻ ഇതിനകത്ത് കാണുമ്പോൾ ഇതിനകത്ത് ദൈവം ഒളിപ്പിച്ചു വെച്ച കാര്യം എന്താണെന്ന് അറിയാമോ? ദൈവം പറയുകയാ, ഈ സാഹചര്യങ്ങളിൽ ഏത് നിന്റെ മുമ്പിൽ വരുമെന്ന് നിയന്ത്രിക്കുവാൻ, തിരഞ്ഞെടുക്കുവാൻ നിനക്ക് കഴിയത്തില്ല എങ്കിലും മുമ്പിൽ നിൽക്കുന്ന സാഹചര്യത്തെ, കാര്യത്തെ എന്ത് പേർ വിളിക്കണമെന്ന് തീരുമാനിക്കേണ്ടതിന്, തിരഞ്ഞെടുക്കേണ്ടതിന് അധികാരവും അവകാശവും അവസരവും ഞാൻ തരുന്നത് നിനക്കാണ്. ഇതൊരു ഭയങ്കര കാര്യമാണ് കേട്ടോ. ഇതൊരു ഭയങ്കര അധികാരമാണ്, ഭയങ്കര അവകാശമാണ്. നമ്മളിത് ഗ്രഹിക്കുവാൻ തക്കൊണ്ട് വേണ്ടിയാണ്. ഞാൻ പറയട്ടെ, എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഈ മറ്റേ ഹൗവേ എന്ന് വിളിച്ചില്ലേ, പാമ്പ്, അതിനെ ഭയങ്കര പേടിയാണ് കേട്ടോ. പാമ്പിനെ കണ്ടാൽ ഞാൻ ഇപ്പുറത്തൂടെ പോകാൻ നോക്കും. അടുത്ത ആളുണ്ടെങ്കിൽ മാത്രമേ ഇച്ചിരി ധൈര്യം സംഭവിച്ചു പാമ്പോ എന്ന് നോക്കും. സത്യത്തിൽ എനിക്ക് അകത്ത് പേടിയാണ് കേട്ടോ. പെരുമ്പാമ്പാണെങ്കിൽ എനിക്ക് പെരുത്ത പേടിയാണ്. പക്ഷേ ഇന്ന് നമ്മൾ തിരുവനന്തപുരം പട്ടണത്തിലൊന്ന് പരതി കഴിഞ്ഞാൽ പലയിടത്തും കേട്ടോ പെറ്റ് ഷോപ്പുകളുണ്ട്. എക്സോട്ടിക് പെറ്റ്സിനെ വിൽക്കുന്ന കടകളുണ്ട്. പെറ്റെന്ന് വെച്ചാൽ എന്താണെന്ന് അറിയാമോ? പ്രസവമെന്നല്ല, വീട്ടിൽ വളർത്തുന്ന മൃഗമെന്നാണ് കേട്ടോ. ഓസ്ട്രേലിയയിൽ നിന്ന് കൊണ്ടുവന്ന മക്കാവു തത്ത കേട്ടോ, ചില വെള്ള എലി, ചില കടയിൽ ചെല്ലുമ്പോൾ പെരുമ്പാമ്പുകളെ വിൽക്കാനുണ്ട്. കുട്ടി പെരുമ്പാമ്പുകൾ, ഇത്രയൊക്കെ ഉള്ള പരുവത്തിനുള്ള പെരുമ്പാമ്പുകൾ, കാശ് കൊടുത്ത്. ഒരിക്കൽ ഒരു സഹോദരി എനിക്ക് പറഞ്ഞു തന്നു കേട്ടോ, എക്സോട്ടിക് പെറ്റ്സിന്റെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്ന ഈ കുട്ടി പെരുമ്പാമ്പുകൾ, അത് തിരുവനന്തപുരം പട്ടണത്തിൽ തന്നെ പല ഫ്ലാറ്റുകളിൽ ആളുകൾ കാശ് കൊടുത്ത് വാങ്ങിച്ച് വളർത്തുന്നുണ്ട്. കേൾക്കുവാൻ കൊണ്ട് ഇടയായി. ഞാൻ നിന്നോട് പറയുന്നത് ശ്രദ്ധിക്കുക. ഞാൻ ഈ സാധനത്തിനെ കാണുമ്പോൾ പെരുമ്പാമ്പ്, പൈത്തോൺ എന്ന് വിളിക്കുവാൻ തക്കൊണ്ട് ഇടയാവുന്നതുകൊണ്ട് എനിക്കതിനെ പേടിയാണ്. ഈ വാങ്ങിച്ച് വളർത്തുന്നവന്മാർ, ഞാൻ പറയട്ടെ, അവരിതിനെ പൈത്തൺ എന്നല്ല പേര് വിളിക്കുന്നത്, പെറ്റ് എന്നാണ് പേര് വിളിക്കുന്നത്. അതുകൊണ്ട് പേടിയില്ല. ഈ പെരുമ്പാമ്പിനെ കഴുത്തി ചുറ്റി ഉമ്മയൊക്കെ കൊടുത്ത് സ്വയം പരമശിവനാണെന്ന് വിചാരിച്ച് അവർ ജീവിക്കുന്നേ. അവർക്ക് പേടിയില്ല. വൈ? ബിക്കോസ് ദേ നെയിംഡ് ഇറ്റ് ഡിഫറെന്റ്ലി കേട്ടോ. ദേ നെയിംഡ് ഇറ്റ് ഡിഫറെന്റ്ലി. പേര് മാറിയപ്പോൾ അതിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് മാറി. കാഴ്ചപ്പാട് മാറിയപ്പോൾ അതിനോടുള്ള പ്രതികരണം മാറി. കാര്യം മനസ്സിലാകുന്നു? നമുക്ക് മുമ്പിൽ ഒരു പ്രശ്നം, ഒരു പ്രതിസന്ധി വന്നു നിൽക്കുകയാണ്. നമ്മൾ അതിനെ പ്രശ്നം, പ്രതിസന്ധി എന്ന് പേർ വിളിച്ചാൽ ആകെ പാരലൈസ്ഡ് ആയി പോകും. നമ്മൾ പക്ഷെ അതിൻ്റെ പേര് മാറ്റിയാൽ ദിസ് ഇസ് ട്രെയിനിങ് ഗ്രൗണ്ട് ഫോർ ടുമോറോ, നാളേക്കായിട്ടുള്ള ഒരു പരിശീലന കേന്ദ്രമാണ് എന്ന് പറഞ്ഞാലോ. പാഠങ്ങൾ ഉൾക്കൊള്ളുവാൻ, അത് പ്രാവർത്തികമാക്കുവാൻ, നാളെയിൽ അനുഗ്രഹിക്കപ്പെടുവാൻ നമുക്കിടയാകും. നമ്മളെ തന്നെ നോക്കുമ്പോൾ, നേരത്തെ ഞാൻ പറഞ്ഞുവല്ലോ, കണ്ടവരൊക്കെ നമ്മളെക്കുറിച്ച് ഒത്തിരി നെഗറ്റീവ് പറയുന്ന സമയത്ത് ദൈവവചനത്തിൽ നമ്മുടെ ഐഡന്റിറ്റി മനസ്സിലാക്കി നമ്മളെ തന്നെ ഒന്ന് പേർ വിളിച്ചാലോ. ഞാൻ രാജാതിരാജാവിന്റെ മകനാണ്. മനസ്സിലായി? രാജാവിന്റെ മകൻ എന്ന് പറഞ്ഞാൽ മോഹൻലാലായി പോവും. അല്ല, രാജാതിരാജാവിന്റെ മകൻ എന്ന് പറഞ്ഞാൽ സ്വയം ഒന്ന് ചിന്തിക്കുവാൻ തുടങ്ങിയാൽ, ഐ എം എ പ്രിൻസ് വിത്ത് പ്രോമിസ്, വാഗ്ദത്തം പ്രാപിച്ച ഒരു രാജകുമാരനാണ് ഞാൻ. ഓ, സെറ്റപ്പ് മാറി. പിന്നെ നമ്മുടെ നിപ്പ്, ഇരിപ്പ്, മട്ട്, ഭാവമൊക്കെ മാറും. അഹങ്കാരിയായി പോകരുത്. അതല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ കോൺഫിഡൻസ് വരുവാൻ തക്കണം ഇവിടെയാവും. നമ്മുടെ ചിന്താഗതി മാറും. നമ്മൾ ചിന്തിക്കാൻ തുടങ്ങും. എൻ്റെ അപ്പച്ചൻ്റെ പേര് ഋഷ്യശൃംഗൻ എന്നല്ല. മനസ്സിലായി? എൻ്റെ അപ്പച്ചൻ്റെ പേര് സ്വർഗത്തിലെ ദൈവം എന്നാണ്. യാഹ്വേ, സർവശക്തിയുള്ള ദൈവം. അങ്ങനെ ഒരു അപ്പച്ചൻ എനിക്കുള്ളപ്പോൾ പിന്നെ ആ രീതിയിലാണ് നമ്മുടെ മട്ട്, ഭാവം, നടപ്പൊക്കെ അല്ലേ. ഇൽ ഇൻക്രീസ് ആ കോൺഫിഡൻസ്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്, ഹല്ലേലൂയ, നമ്മുടെ മുമ്പിലുള്ള കാര്യങ്ങളെ എന്ത് ലേബൽ ഒട്ടിക്കണമെന്ന് നമ്മൾ വേണം തീരുമാനിക്കാൻ. നമ്മുടെ മേൽ എന്ത് ലേബൽ ഒട്ടിക്കണം നമ്മൾ വേണം തീരുമാനിക്കാൻ. നമ്മളിപ്പോൾ രാവിലെ എഴുന്നേറ്റ് പറയാൻ ഐ എം പുവർ, ഞാൻ ദരിദ്രനാണ്, ആ ലേബൽ ഒട്ടും. ഐ എം ടയർഡ്, എനിക്ക് എപ്പോഴും തളർച്ചയാ, ഓഹ് വയ്യ. കണ്ടിട്ടില്ലേ ഒത്തിരി പേര് രാവിലെ എണീക്കുമ്പോൾ 12 മണിക്കൂർ കൂർക്കം വലിച്ച് ഉറങ്ങിച്ച് എണീക്കുമ്പോൾ കണ്ടോ, അത് ലേബലാണ്. അതൊട്ടും എനിക്കൊന്നും അറിയത്തില്ല, അത് ലേബലാണ്. എനിക്ക് വയ്യ, അതൊരു ലേബലാണ്. ഇതൊക്കെ ഒട്ടും കേട്ടോ, ഇതൊക്കെ ഒട്ടും. ഒട്ടിക്കണ്ട.
പിന്നെന്തോ ചെയ്യണം? ദൈവവചനം പറയുന്നത് ഞാൻ പറയട്ടെ, ലെറ്റ് ദ വീക്ക് സേ ഐ എം സ്ട്രോങ്. മനസ്സിലായോ? ബലഹീനൻ പറയട്ടെ ഞാൻ ബലവാനാണ്. എനിക്ക് മസിലുണ്ടെന്നല്ല അതിന്റെ അർത്ഥം. ക്രിസ്തയേശു എന്നിലിരിക്കുന്നതുകൊണ്ട് എന്നെ ശക്തനാക്കുന്ന ഈ ക്രിസ്തു മുഖാന്തരം സകലത്തിനല്ല സകലത്തിനും ഞാൻ മതിയാകുന്നു. ഇതാകണം എന്റെ കൺഫെഷൻ. ലെറ്റ് ദ poor say I'm rich. എങ്ങനെ? ഇല്ലാത്ത പൈസ ഉള്ളതുപോലെ പറഞ്ഞാൽ ഉണ്ടാകുമോ? ഇല്ല, അങ്ങനല്ല. ക്രിസ്തുവിൽ ഞാൻ സമ്പന്നനാണ്. ഞാൻ സമ്പന്നനാകേണ്ടതിനാണ് ക്രൂശിന്മേൽ അവൻ എൻ്റെ ദാരിദ്ര്യം വരിച്ചത്. ആ കാര്യം ഞാൻ മനസ്സിലാക്കണം. എൻ്റെ ചിന്താഗതി മാറണം. നീ നിന്നെ തന്നെ ലേബൽ ഒട്ടിക്കുമ്പോൾ, നിന്നെ തന്നെ പേരുകൾ വിളിക്കുമ്പോൾ, ഞാൻ പറയട്ടെ, നീ ഒരിക്കലും നിന്റെ ഇന്നത്തെ കണ്ടീഷനൊത്തവണ്ണം അല്ല നിന്റെ പേര് ഇടേണ്ടുന്നത്. നിന്റെ ഡെസ്റ്റിനി, നിന്റെ നാളെ കുറിച്ച് ദൈവം പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ ഒരു പ്രൊഫറ്റിക് ഡിക്ലറേഷനാണ്, പ്രാവചനികമായൊരു ഒരു പ്രഖ്യാപനമാകണം നീ നിന്നെ തന്നെ വിളിക്കുന്ന പേര്. ദൈവത്തിൻ്റെ രീതി അറിയാമല്ലോ അല്ലേ? ദൈവത്തിൻ്റെ രീതി അറിയാമല്ലോ. യുദ്ധഭൂമിയിൽ നിന്ന് ഏറ്റവും ദൂരത്തിരിക്കുന്ന മുന്തിരിച്ചക്കിനടുക്കൽ ഒളിച്ചും പാത്തും പേടിച്ചിരിക്കുന്ന ഗിദെയോനെ നോക്കിയിട്ട് തമ്പുരാൻ ഒരു വിളി വിളിച്ചു, അല്ലയോ പരാക്രമശാലിയെ, വിളിക്കുവാൻ തക്കണം ഇടയായി. ഈശായുടെ ഭവനത്തിലെ 8ാമത്തെ പുത്രൻ ദാവീദ് ഇടയ ചെറുക്കനാണ്, യുവകോമളനാണ്. ഇടയന്റെ വേഷം, ഇടയന്റെ പൊക്കണം ഇടുപ്പില്, ഇടയന്റെ വടി കയ്യില്, ഈ ചീകാത്ത തലമുടി. മനസ്സിലാകുന്നുണ്ടോ? കണ്ണ് മാത്രം തിളങ്ങുന്നുണ്ടായിരിക്കും. കുട്ടപ്പനായിരുന്നു സത്യം. പക്ഷേ അടുക്കലോട്ട് ചെന്നാൽ ആടിന്റെ നാറ്റമാണ്. ചെക്കനെ നോക്കിയിട്ട് കർത്താവ് പറയുക, ഇതാ ഇവനിൽ ഞാനൊരു രാജാവിനെ കാണുന്നുവെന്ന്. എന്തുവാ കർത്താവ് പറയുന്നത്? ഹി ഈസ് നോട്ട് ടോക്കിംഗ് അബൌട്ട് ടുഡേസ് കണ്ടീഷൻ. ഇന്നിനെ നോക്കി അല്ല കർത്താവ് പറയുന്നത്. കർത്താവ് പറയുക, ഇവൻ തന്നെത്താൻ എൻ്റെ കൈകളിലേക്ക് ഏൽപ്പിച്ചു തന്നാൽ, എൻ്റെ പണി ഞാൻ ഇവൻ്റെ ജീവിതത്തിൽ തികച്ചു കഴിയുമ്പോൾ ഇവൻ എന്താകും അത് ഞാൻ ഇന്നേ പേർ വിളിക്കുകയാണ്. You need to understand, ഗിദെയോന്റെ ദൈവം, ദാവീദിന്റെ ദൈവം, ആ ദൈവമാണ് നിന്റെ ദൈവമെങ്കിൽ നീയും ഗിദെയോനെയും ദാവീദിനെയും ഒക്കെ പോലെ നിന്നെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്താൽ, ദൈവം തന്റെ പണി നിന്റെ ജീവിതത്തിൽ തികയ്ക്കേണ്ടതിന് ഏൽപ്പിച്ചു കൊടുത്താൽ, നിന്റെ ഇന്നിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും നാളെ. അത് കീഴോട്ട് പോകുന്ന ഒരു നാളെ അല്ല, തിക്തമായ ഒരു നാളെ അല്ല, തിന്മയിലേക്കുള്ള ഒരു നാളെ അല്ല. നിന്റെ നാളെ നീ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുവാനിടയാകും. ദൈവനാമത്തിന് മഹത്വം കൊണ്ടുവരുന്ന, തിരുസഭയ്ക്ക് പ്രയോജനമുള്ള ഒരു വ്യക്തിയാക്കി അല്ല ദൈവം നിന്നെ മാറ്റുവാൻ തക്കൊണ്ടുമിടയാകും. യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദിസ്. ഷേക്സ്പിയർ എന്ന് പറയുന്ന ആ ഫേമസ് പ്ലേ റൈറ്റ്, അദ്ദേഹം ഇങ്ങനെ പറയുവാൻ തക്കൊണ്ടുമിടയായി, ലൈഫ് ഇസ് എ സ്റ്റേജ് ആൻഡ് വി ആർ ദി ആക്ടേഴ്സ്. കേട്ടോ, പറയുവാൻ തക്കൊണ്ടുമിടയായി. ഞാൻ നിന്നോട് പറയട്ടെ, അതിന്റെ അർത്ഥം എന്താണെന്നറിയാം? ഈ ജീവിതം ഒരു വേദിയാണ്. നമ്മളൊക്കെ ആ വേദിയിൽ നിൽക്കുന്ന, നാട്യങ്ങളൊക്കെ നടത്തുന്ന ആ അഭിനേതാക്കളെ കുറിച്ച് ഞാൻ പറയട്ടെ. ടൈറ്റാനിക് എന്നൊരു പടത്തിനകത്ത് ലിയോണാർഡോ ഡികാപ്രിയോ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഒരു അപൂർവമായിരിക്കുന്ന റോള് ഏറ്റെടുത്ത് ചെയ്യുവാൻ തക്കവണ്ണം ഇടയായി. ഇന്ന് അദ്ദേഹം വേറെ ഒത്തിരി സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ ലിയോണാർഡോ ഡികാപ്രിയോ എന്ന് പറയുമ്പോൾ ആലോചിക്കുന്നത് എന്താണ്? മുങ്ങുന്ന ജാക്കിനെയാണ്. മനസ്സിലാകുന്നുണ്ടോ? അതാണ് എല്ലാവർക്കും ഓർമ്മ വരുന്നത്. ജിം കാവിയർസൽ, ആർക്കും അറിയാത്തൊരു മനുഷ്യൻ, പെട്ടെന്ന് അദ്ദേഹം ലോകവ്യാപകമായി അറിയപ്പെടുവാൻ തക്കവിടെ. എന്തുകൊണ്ട്? അദ്ദേഹമാണ് ദ പാഷൻ ഓഫ് ദ ക്രൈസ്റ്റിൽ യേശുവിൻ്റെ റോള് ഏറ്റെടുത്ത് ചെയ്യുവാൻ തക്കവിടെയായത്. വായ് എന്തുകൊണ്ടാണ് ഇവർക്ക് ഈ റോള് കിട്ടിയത്? അവർ തീരുമാനിച്ചു, ഹല്ലേലൂയ, ഈ റോളുകൾ എനിക്ക് വേണം. സ്ക്രിപ്റ്റിനകത്ത് ഈ റോൾ അവർക്ക് ഇഷ്ടപ്പെട്ടത് അവരത് ഏറ്റെടുത്തു. വേറെ പറഞ്ഞു കാണും കേട്ടോ. ചിലപ്പോൾ ജിം കാവിയർസലിനോട് ഹല്ലേലൂയ ഡയറക്ടർ പറഞ്ഞു കാണും, നീ യൂദാസ് ആവാൻ. അവൻ തീരുമാനിച്ചു, ഞാൻ യൂദാസ് ആവുന്നില്ല, ഞാൻ യേശു ആകാൻ പോവുകയാണ്. അതുകൊണ്ട് അവൻ യേശുവായി. ലിയോണാർഡോ ഡികാപ്രിയോയോട് നല്ല യൂണിഫോം ഇട്ട ടൈറ്റാനിക്കിന്റെ ക്യാപ്റ്റൻ ആകാൻ ചിലപ്പോൾ ചോദിച്ചു കാണും. എൻ്റെ ഭാവനയാണ്. അവൻ പറഞ്ഞു, എനിക്ക് ക്യാപ്റ്റൻ ആകണ്ട, എനിക്ക് ജാക്ക് ആയാൽ മതി. Why did they get this part of the script? Because they chose to. അവർ തിരഞ്ഞെടുത്തത് കൊണ്ടാണ്. ഞാൻ നിന്നോടും പറയട്ടെ, നമ്മൾ നമ്മുടെ ജീവിതം ജീവിച്ച് തീർക്കുന്നതിന് മുമ്പ് ജീവിതം ഒരു സ്ക്രിപ്റ്റ് നമ്മളെ കാണിക്കും. ലോകം ഒരു സ്ക്രിപ്റ്റ് നമ്മളെ കാണിക്കും. പിശാച് ഒരു സ്ക്രിപ്റ്റ് നമ്മളെ കാണിക്കും. നാട്ടുകാര് ഒരു സ്ക്രിപ്റ്റ് നമ്മളെ കാണിക്കും. വീട്ടുകാർ നമ്മുടെ ജീവിതത്തിന് വേണ്ടി സ്ക്രിപ്റ്റ് എഴുതും. നീ അതിനൊന്നും കുടുങ്ങരുതേ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവപൈതലേ, നീ ദൈവകൃപയിൽ ശരണപ്പെട്ട് ദൈവത്തോട് പ്രാർത്ഥിച്ച് നിന്റെ ജീവിതത്തിന് ഏറ്റവും നല്ല സ്ക്രിപ്റ്റ് ദൈവത്തിൽ നിന്ന് പ്രാപിക്കണം. ആ സ്ക്രിപ്റ്റിനൊത്തവണ്ണം നടനമാടണം നിന്റെ ജീവിതം. ഇറ്റ് വിൽ ലീവ് എ സിഗ്നിഫിക്കന്റ് മാർക്ക് ഇൻ ദ വേൾഡ്. ഈ ലോകത്തിൽ ഒരു അനിഷേധ്യമായിരിക്കുന്ന ഒരു മാർക്ക് ഇടുവാൻ ദൈവം നിന്നെ സഹായിക്കും.
മൂന്നാമത്തെ തിരഞ്ഞെടുപ്പ്, അവസാനത്തെ തിരഞ്ഞെടുപ്പ് ഞാൻ ഇങ്ങനെ പറയാം. ഉൽപ്പത്തി പുസ്തകം 2:21 മുതൽ 23 വരെ വാക്യങ്ങൾ. വചനം പറയുകയാണ്, ആകയാൽ യഹോവയായ ദൈവം മനുഷ്യനൊരു ഗാഢനിദ്ര വരുത്തി. അവൻ ഉറങ്ങിയപ്പോൾ അവൻ്റെ വാരിയെല്ലുകളിൽ ഒന്ന് എടുത്ത് അതിന് പകരം മാംസം പിടിപ്പിച്ചു. യഹോവയായ ദൈവം മനുഷ്യനിൽ നിന്ന് എടുത്ത വാരിയെല്ലിനെ ഒരു സ്ത്രീയാക്കി അവളെ മനുഷ്യന്റെ അടുക്കൽ കൊണ്ടുവന്നു. അപ്പോൾ മനുഷ്യൻ, ഇത് ഇപ്പോൾ എൻ്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും എൻ്റെ മാംസത്തിൽ നിന്ന് മാംസവുമാകുന്നു. ഇവളെ നരനിൽ നിന്ന് എടുത്തിരിക്കയാൽ ഇവൾക്ക് നാരി എന്ന് പേരാകും എന്ന് പറഞ്ഞു. എന്താ ഇതിൻ്റെ അർത്ഥം? കർത്താവ് തമ്പുരാൻ മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്മല്ല എന്ന് കണ്ടു. അവനെ ഉറക്കിക്കിടത്തി, അവൻ്റെ വാരിയെല്ലൊന്ന് ഊരിയെടുത്തു, അതിനെ ഒരു സ്ത്രീയാക്കി മാറ്റി. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഞാൻ പറയട്ടെ, എന്തിനാ ദൈവം മനുഷ്യനെ ഉറക്കിക്കിടത്തിയത്? ഞാൻ ഇങ്ങനെ പറയാം. മനുഷ്യനൊരു പ്രവണതയുണ്ട്. ദൈവം തൻ്റെ പ്രവൃത്തി തികയ്ക്കാൻ മനുഷ്യൻ്റെ അടുക്ക് എത്തുമ്പോൾ മനുഷ്യന് തോന്നും ദൈവത്തെക്കാൾ വിവരം തനിക്കുണ്ട് എന്ന്. അവൻ ദൈവത്തിന് സൺഡേ സ്കൂൾ എടുത്തു കൊടുക്കാൻ ഇറങ്ങിത്തിരിക്കും, ദൈവപ്രവൃത്തി തടസ്സപ്പെടുത്തും. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞു, നീ ഉറങ്ങ്, ഞാൻ പ്രവർത്തിക്കാമെന്ന്. കേട്ടോ, മിണ്ടാതിരുന്ന് ഞാൻ ദൈവം എന്നറിഞ്ഞുകൊള്ളുവാൻ പറയുന്നതിൻ്റെ ഒരർത്ഥം ഇതാണ്. ആവശ്യമില്ലാത്ത കാര്യത്തിലൊന്നും ഇടപെടരുത്. ദൈവത്തിന് ചെയ്യാൻ പറ്റുന്നത് ദൈവം ചെയ്യട്ടെ എന്ന് പറഞ്ഞാൽ ഏൽപ്പിച്ചു കൊടുക്കാൻ പഠിക്കണം. ദൈവം ഇവനെ ഉറക്കിക്കെടുത്തി, ഒരു വാരിയെല്ലൂരി. ഹല്ലേലൂയ. ചിലപ്പോൾ ഞാൻ ചിന്തിക്കും, ഭാര്യമാരുടെ അടുക്കൽ എത്തുമ്പോൾ ഇതുകൊണ്ടായിരിക്കും പുരുഷന്മാർക്ക് പലർക്കും ഒരു എല്ലിൻ്റെ കുറവ് അനുഭവമാകുന്നത്. അവൾക്കൊരു എല്ല് കൂടുതലും. ഈ സ്ത്രീ ഉണ്ടല്ലോ, ഹല്ലേലൂയ, അവളെ സ്ത്രീയാക്കിയ ദൈവം ആദമിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തി. കേട്ടോ, പ്രത്യേകം ശ്രദ്ധിക്കുക, സ്ത്രീയെ സൃഷ്ടിച്ചത് ദൈവമാണ്, കൊണ്ടുവന്ന് നിർത്തിയ ദൈവമാണ്. പക്ഷെ ദൈവം ചെയ്യാഞ്ഞ കാര്യം എന്താണ്? ഇവളെ നീ സ്വീകരിച്ചോണം എന്ന് പറഞ്ഞില്ല. കേട്ടോ, സ്വീകരിച്ചത് ആരാണ്? സ്വീകരിക്കാൻ അവസരം, അവകാശം, അധികാരം നൽകപ്പെട്ടത് ആർക്കാണ്? ആദമിനാണ്. എന്താ നമ്മളോടുള്ള സന്ദേശം? നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ജീവിതത്തിലേക്ക് ആരെ കൈക്കൊള്ളണം എന്ന് തിരഞ്ഞെടുക്കേണ്ടുന്നത് നമ്മളാണ്. നല്ലവരെ കൈക്കൊണ്ടാൽ, നല്ലവരുമായി സഖിത്വം ഉണ്ടാക്കി ആ സഖിത്വം സുദൃഢമാകേണ്ടതിന് ബന്ധപ്പെട്ടാൽ അത് നമ്മുടെ നാളെയിൽ അനുഗ്രഹമാകും. ദൈവത്തിന് പ്രസാദകരമായ പലതും ചെയ്ത് അനുഗ്രഹിക്കപ്പെട്ട യഹോശാഫാത്ത് അയൽ രാജ്യത്തിന്റെ രാജാവായ ദുഷ്ട യാഹാബിനോട് സഖിത്വത്തിന് പോയപ്പോൾ അവന്റെ ജീവിതം പ്രശ്നകരമായി മാറുവാൻ തകർന്നിടയായി. നമ്മളും ചിലപ്പം സ്റ്റാൻഡേർഡ് നോക്കി, സ്റ്റാറ്റസ് നോക്കി ഇറങ്ങിത്തിരിച്ചാൽ, കേട്ടോ, ഇതുപോലെ പ്രശ്നകരമായ സഖിത്വങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഇടിച്ചു കയറാം. പിശാചിന് അറിയാവുന്ന ഒരു കാര്യം ഞാൻ നിന്നോട് പറയട്ടെ. ശക്തനായിരിക്കുന്ന മസിൽമാൻ സാംസണെ കാണുമ്പോൾ പിശാചിനറിയാം, ഇവനെ തറപറ്റിക്കുവാൻ വേറൊരു മസിൽമാനെ ആവശ്യമില്ല. ഒരു സുന്ദരി കുട്ടപ്പിയെ കിട്ടിയാൽ മതി, ഒരു ദലീലെ പിശാച് ശരിയാക്കും. കണ്ട ദലീലന്മാരെയൊക്കെ കെട്ടിപ്പിടിക്കരുത്, കണ്ട ദലീലന്മാരെയും കെട്ടിപ്പിടിക്കരുത്. ആരോടെങ്കിലും ഒരു ഇന്റിമേറ്റ് റിലേഷൻഷിപ്പിൽ വരുന്നതിന് മുമ്പ് ദൈവത്തോട് പ്രാർത്ഥിക്കണം. വചനപ്രകാരമാണോ അവരുടെ ജീവിതം നീ നോക്കണം. നിന്റെ ദൈവത്തെ ദൈവമായി അംഗീകരിക്കുവാൻ അവൻ സന്നദ്ധനാണോ നീ അറിയണം. എങ്കിലേ ആഴമേറിയ ഒരു ബന്ധത്തിലേക്ക് വരാവൂ. ഇരുട്ടിനും വെളിച്ചത്തിനും തമ്മിൽ കൂട്ടായ്മയില്ല, ഭൂതത്തിനും ദൈവത്തിനും തമ്മിൽ കൂട്ടായ്മയില്ല. മനസ്സിലായോ? അവിശ്വാസിക്കും വിശ്വാസിക്കും തമ്മിൽ കൂട്ടായ്മ ഒക്കത്തില്ല. നീ അത് മനസ്സിലാക്കണം. ആരുടെ സഖിത്വം പിന്തുടരണം? രണ്ട് കാര്യങ്ങൾ പറയാം. വ്യക്തിത്വങ്ങളെ നീ കെട്ടിപ്പിടിക്കും മുമ്പ് നീ അറിഞ്ഞിരിക്കേണ്ടുന്ന രണ്ട് സത്യങ്ങൾ. നിന്റെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരൊറ്റ വ്യക്തിയുമായിട്ട് മാത്രമേ നിനക്ക് ഒരു നല്ല സഖിത്വം പറ്റത്തുള്ളൂ എന്ന് ദൈവം തമ്പുരാൻ പറഞ്ഞാൽ, കേട്ടോ, യു ക്യാൻ ഓൺലി ചൂസ് വൺ പേഴ്സൺ ടു ഹാവ് എ ഡീപ്പ് ഇന്റിമേറ്റ് റിലേഷൻഷിപ്പ് വിത്ത് എന്ന് ദൈവം പറഞ്ഞാൽ, ഞാൻ പറയട്ടെ, അപ്പുറത്തെ വീട്ടിലെ സാറാമ്മയെ കണ്ണുവെക്കരുത്, ഇപ്പുറത്തെ വീട്ടിലെ ത്രേസ്യമ്മയുടെ പിന്നാലെ പോകാൻ നോക്കരുത്. ആ വൺ പേഴ്സൺ, ഒറ്റ ആളുമായിട്ട് നിനക്ക് അഖിലാണ്ടത്തിൽ ബന്ധമുണ്ടാകത്തുള്ളൂ എന്ന് ദൈവം പറഞ്ഞാൽ നീ ചൂസ് ചെയ്യണത് യേശുവിനെ ആകണം. കെട്ടിയെന്ന് പിടിക്കണം, കേട്ടോ. അവനുമായിട്ടൊരു ബന്ധം വന്നാൽ വേറെ ആരും നിന്നോട് ബന്ധമില്ലാത്തതുപോലെ കാണിച്ചാലും, കേട്ടോ, യു വിൽ സ്റ്റിൽ ഹാവ് ഇറ്റ് ഓൾ ഡൺ ഗുഡ്, കേട്ടോ. അത് നീ മനസ്സിലാകണം. യേശുവുമായിട്ട് ബന്ധമില്ലെങ്കിലോ ആരൊക്കെ നിന്റെ ആൾക്കാരാണ്, നിന്നെ അറിയാന്നൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല. സോ ഇഫ് ദർ ഇസ് ഓൺലി വൺ റിലേഷൻഷിപ്പ്, യേശു, മൈ റിലേഷൻഷിപ്പ് വിത്ത് ജീസസ്, അതാണ് എൻ്റെ പ്രൈമറി തിങ് എന്ന് പറഞ്ഞ് നീ അവനെ കെട്ടിപ്പിടിക്കണം. അവൻ മതി, കേട്ടോ, പറയണം. ആൻഡ് ഇഫ് ഗോഡ് ബ്ലെസ്സസ് യു വിത്ത് വൺ മോർ, ഒരു റിലേഷൻഷിപ്പ് കൂടെ, പിന്നെയുള്ള റിലേഷൻഷിപ്സ് എല്ലാം, കേട്ടോ, നിന്റെ പ്രൈമറി റിലേഷൻഷിപ്പ് യേശുവുമായിട്ടായതുകൊണ്ട് യേശുവിനോട് ചോദിക്കണം,
യേശുവേ, ഞാൻ ഇയാളുമായിട്ട് ഇവളുമായിട്ട് കമ്പനിയാകാൻ ആലോചിക്കുക. എനിക്ക് ഒറ്റ കാര്യമേ നിർബന്ധമുള്ളൂ, ഞാൻ ഇയാളുമായിട്ട് ഇവളുമായിട്ട് കമ്പനി ആകുന്നത് കൊണ്ട് നമ്മൾ തമ്മിലുള്ള കമ്പനി ഇല്ലാതാകരുത്. ഞാൻ ചെയ്യട്ടെയോ? When you put primary value to your relationship, your friendship with Jesus, യേശുവുമായിട്ടുള്ള ആ ബന്ധത്തിന് നീ മുൻതൂക്കം നൽകുവാൻ തക്കണം ഇടയാകുമ്പോൾ, ആ ബന്ധത്തിന് കോട്ടം തട്ടത്തക്കവണ്ണം വേറെ ഒരു ബന്ധത്തെ നീ അനുവദിക്കുകയില്ല കേട്ടോ. വേറെ ആരുടെങ്കിലും സ്റ്റാറ്റസ് ഉള്ളവനോ അധികാരമുള്ളവനോ എന്തിനു ഞാൻ പറയട്ടെ, വല്ല ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിട്ടോ അമേരിക്കൻ പ്രസിഡന്റുമായിട്ടോ ബന്ധത്തിലാകാൻ ഒരവസരം കിട്ടിയത് കൊണ്ട് അയാളെ കെട്ടിപ്പിടിക്കാൻ യേശുവിനെ തട്ടിമാറ്റിയാൽ അയാളുടെ സെക്യൂരിറ്റി ചിലപ്പോൾ നിന്നെ തീവ്രവാദിയായി പിടിച്ചുകൊണ്ടുപോയി വെടിവെച്ച് കൊല്ലും. അത്രയേ ഉള്ളൂ. യേശു ഇല്ലയോ ഒന്നും നടക്കുകയില്ല. യേശു ഉണ്ടെങ്കിലോ ഏത് സാഹചര്യത്തിലായാലും, എത്ര വലിയ പ്രശ്നത്തിന്റെ പ്രതിസന്ധിയുടെ മുമ്പിലായാലും, ഏത് ചോദ്യചിഹ്നത്തിന് മുമ്പിലായാലും നിനക്ക് പറയുവാൻ കഴിയും, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം, എന്നെ ശക്തനാക്കുന്ന ഈ ക്രിസ്തു മുഖാന്തരം സകലത്തിനല്ല സകലത്തിനും ഞാൻ മതിയാകുന്നു. I can do not small things, but I can do all things through the Christ who strengthens me. ഇതാകും നിന്റെ സാക്ഷ്യം. Can we pray? നമുക്കൊന്ന് പ്രാർത്ഥിച്ചാലോ? ഞാൻ 2 കാര്യം പ്രാർത്ഥിക്കാൻ പോവുകയാണ് കേട്ടോ. 1, so that we might all get the grace to choose well, choose wisely. ബുദ്ധിയോടെ കൃപയോടെ തിരഞ്ഞെടുപ്പുകൾ നടത്താനുള്ള ഒരു കൃപാവരം നമ്മളിൽ ജ്വലിക്കേണ്ടതിന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. സെക്കൻഡ്ലി, ഐ എം ഗോയിങ് ടു പ്രേ. ഇന്നലകളിൽ എപ്പോഴെങ്കിലും തെറ്റായ തിരഞ്ഞെടുപ്പുകൾ എടുത്തിട്ട് അതിൻ്റെ തിക്തമായ പരിണിത ഫലങ്ങൾ ഇന്ന് നമ്മൾ അനുഭവിച്ചുകൊണ്ടായിരിക്കുകയാണെങ്കിൽ ആ പരിണിത ഫലങ്ങളെ തിരുത്തി കുറിക്കുന്ന ദൈവപ്രവൃത്തി ഇന്ന് നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ട് വരണം. Shall we pray? കണ്ണുകൾ അടച്ചാട്ടെ. കുടുംബം അടുത്തുണ്ടോ? എല്ലാവരെയും അടുക്കൽ വിളിച്ചോ. മക്കളുണ്ടോ? അപ്പനെ അമ്മയെ നിങ്ങൾ ആ കുഞ്ഞുങ്ങളുടെ തലയിൽ ഇങ്ങനെ കൈവച്ച്, നിങ്ങളുടെ കരത്തിൻ്റെ കീഴെ യേശുവിൻ്റെ മുറിഞ്ഞ കരം ആ കുഞ്ഞുങ്ങളെ തൊടുവാൻ പ്രാർത്ഥിച്ച് I'm going to pray for you. സ്നേഹമുള്ള കർത്താവേ, ഈ അങ്ങയുടെ മക്കളെ തിരുകരങ്ങളിലേക്ക് ഞാൻ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഇന്നത്തെ ഈ സഭായോഗത്തിൽ പങ്കുചേർന്ന അവർക്ക് നല്ല മാർഗനിർദ്ദേശം അങ്ങ് കൊടുത്തതിന് നന്ദി പറയുകയാണ്. എൻ്റെ പരിമിതമായ വാഗ്വൈഭവം കൊണ്ട് ചിലതൊക്കെ പറഞ്ഞു ഫലിപ്പിക്കുവാൻ എനിക്ക് കഴിഞ്ഞു കാണത്തില്ല. ഞാൻ പ്രാർത്ഥിക്കുകയാണ്, പരിശുദ്ധാത്മാവേ, എനിക്ക് പറയുവാൻ കഴിഞ്ഞതിലധികം ഇവർക്ക് മനസ്സിലാകേണ്ടതിന് അങ്ങ് പ്രവർത്തിച്ചു കൊള്ളണമേ. ഈ മാർഗനിർദ്ദേശത്തിനൊത്തോളം മുമ്പോട്ടുള്ള നാളുകളിൽ ശരിയായ തിരഞ്ഞെടുപ്പുകൾ നടത്തുവാൻ അവരെ കൃപയാൽ നിറയ്ക്കണമേ കർത്താവേ. ആൻഡ് റൈറ്റ് നൗ ഞാൻ പ്രാർത്ഥിക്കുകയാണ്, ഈ വ്യക്തിക്ക് ഇന്നലകളിൽ എടുത്ത തെറ്റായ തിരഞ്ഞെടുപ്പുകൾ നിമിത്തം കുടുംബ ജീവിതത്തിനകത്ത് അസമാധാനം, തിക്താനുഭവങ്ങൾ, ഛിദ്രം അനുഭവമാകുകയാണെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ ആ പരിണിത ഫലങ്ങൾ ഇപ്പോൾ മുതൽക്ക് റിപ്പയർ ആകട്ടെ. ദുഷ്ടൻ വെച്ചിരിക്കുന്ന മുഖം ഒടിഞ്ഞു പോകട്ടെ. ഉപജീവന മാർഗങ്ങളിൽ എടുത്ത തെറ്റായ തിരഞ്ഞെടുപ്പുകൾ നിമിത്തം ഇന്ന് ആ ഉപജീവന മാർഗങ്ങളിൽ ഒരു നന്മയുടെ ചോർച്ച താൻ അനുഭവിച്ചായിരിക്കുകയാണെങ്കിൽ യേശുവിന്റെ നാമത്തിൽ ആ ഓട്ടസഞ്ചികൾ തുന്നിക്കെട്ടപ്പെടുന്ന അനുഭവത്തിലേക്ക് അത് വരട്ടെ. കൂലിക്കാരൻ കൂലി വാങ്ങി ഇനി ഓട്ടസഞ്ചിയിൽ ഇടുന്നത് പോലത്തെ ഒരു അനുഭവം ആകത്തില്ല നിനക്ക്. നിന്റെ അധ്വാനബലം നീയും നിന്റെ കുടുംബവും തിന്നുമാർ ദൈവം പ്രവർത്തിക്കട്ടെ. മദ്യപാനം പോലെയുള്ള, ഡ്രഗ് അബ്യൂസ് പോലെയുള്ള എന്തെങ്കിലുമൊക്കെ ദുശ്ശീലങ്ങളിൽ നിമിത്തം, മറ്റെന്തെങ്കിലും ലോകത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ വല്ലായ്മപ്പെട്ട ബലഹീനതകൾ നിമിത്തം ശാരീരികമായ രോഗാവസ്ഥകൾ നീ അനുഭവിച്ചുകൊണ്ടായിരിക്കുകയാണോ? ആ തെറ്റായ തിരഞ്ഞെടുപ്പുകൾ നിമിത്തം ഇന്ന് നിന്റെ ശരീരത്തിൽ വേദനിപ്പിക്കുന്ന തിക്താനുഭവങ്ങൾ നീ അനുഭവിച്ചുകൊണ്ടായിരിക്കുകയാണോ? ഐ എം ഗോയിങ് ടു ആസ്ക് ഗോഡ് ഫോർ എ ഹീലിംഗ്. വേദനിക്കുന്നിടത്ത്, രോഗമുള്ളിടത്ത് നിന്റെ കൈവച്ചോ, പ്രാർത്ഥിക്കുവാൻ തുടങ്ങിക്കോ. ഐ എം ഗോയിങ് ടു പ്രേ ഫോർ യു. സ്നേഹമുള്ള കർത്താവേ, യേശുവിന്റെ അടിപ്പിണരുകളാൽ ഞങ്ങൾക്ക് സൗഖ്യം വന്നുമിരിക്കുന്നുവെന്ന് അങ്ങയുടെ വചനം പറയുമ്പോൾ നാസറേനായ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ അവന്റെ അടിപ്പിണരുകളാൽ ഞങ്ങളുടെ അവകാശമായിരിക്കുന്ന സൗഖ്യം ഈ ശരീരത്തിൽ ഇപ്പോൾ വെളിപ്പെടട്ടെ. മുഴകൾ മാറട്ടെ, ആന്തരിക അവയവങ്ങൾ റിപ്പയർഡ് ആകട്ടെ. യേശുവിന്റെ നാമത്തിൽ സൗഖ്യം വെളിപ്പെടട്ടെ. കർത്താവ് അത്ഭുതം ചെയ്യുന്നതിന് നന്ദി. കർത്താവ് അത്ഭുതം ചെയ്യുന്നതിന് നന്ദി. പ്രവൃത്തിയിൽ ശക്തനായി, ആലോചനയിൽ ഭയങ്കരനായി അങ്ങ് വെളിപ്പെടുന്നതിന് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. കർത്താവിൽ പ്രിയമുള്ള സുഹൃത്തെ, പ്രിയ തോമസ് ചാൻ പ്രാർത്ഥിച്ച ആശീർവാദം പറഞ്ഞ് ഇന്നത്തെ സഭായോഗം ഇപ്പോൾ അവസാനിക്കും. അതിനു മുമ്പ് ഞാൻ നിങ്ങളോട് ഒരു കൊച്ചു സഹായം ആവശ്യപ്പെടട്ടെ.
ഈ പേജ് നിങ്ങളൊന്ന് ലൈക്ക് ചെയ്താൽ നന്നായിരുന്നു കേട്ടോ. ഞങ്ങൾക്കത് വലിയ സഹായമായിരിക്കും. 2, ഈ വീഡിയോ ഉള്ളിടത്തോളം നിങ്ങൾ ഷെയർ ചെയ്യണം കേട്ടോ. അടുത്ത ഞായറാഴ്ച ഇതേ സമയത്ത് സഭായോഗം ഈ പേജിലുണ്ടാകും. നിങ്ങളുടെ സുഹൃത്തുക്കളെ നിങ്ങൾ വിളിച്ചറിയിക്കുക, ഇത് കാണുവാൻ ക്ഷണിക്കുക. നിങ്ങൾക്ക് വാച്ച് പാർട്ടീസൊക്കെ ഹോസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്യുക കേട്ടോ. ഫ്രീഡം മെൻറ്റർനെറ്റ് എന്ന് പറയുന്ന ഫേസ്ബുക്ക് പേജ്, ഫ്രീഡം മിനിസ്ട്രീസ് ഓൺലൈൻ എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ, ഫ്രീഡം മിനിസ്ട്രീസിൻ്റെ ട്വിറ്റർ അക്കൗണ്ട്സ്, എന്താ പറയുക, ഇൻസ്റ്റഗ്രാം അക്കൗണ്ട്സ്, ഇതിലൊക്കെ നിങ്ങൾ ലൈക്ക് ചെയ്യുക, മെമ്പർ ആകുക. ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ച് ദൈവത്തിൻ്റെ വചനം പഠിച്ച് അനുഗ്രഹത്തിലേക്ക് കുതിക്കണം. നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടെങ്കിൽ അല്ലേ നാളെ അനുഗ്രഹമായിരിക്കാനൊക്കത്തുള്ളൂ. ഇന്ത്യക്ക് നമ്മളെ ആവശ്യമുണ്ട്, ലോകത്തിന് നമ്മളെ ആവശ്യമുണ്ട്, എല്ലാത്തിലും ഉപരി ദൈവത്തിന് നമ്മളെ ആവശ്യമുണ്ട്. അവൻ്റെ ആഗ്രഹപ്രകാരമായി തീരാം, ആയിരങ്ങൾക്ക് അനുഗ്രഹമാകാം. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഗാഡ് ബ്ലെസ് യു. സ്തോത്രം. ഒരു നിമിഷം നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, കർത്താവെ, അടിയങ്ങൾക്ക് ഒരുമിച്ച് അവിടുത്തെ മുമ്പാകെ നിൽപ്പാൻ, വചനം കേൾപ്പാൻ അങ്ങ് ഒരുക്കി തന്ന വലിയ കൃപയ്ക്കായി സ്തോത്രം. കർത്താവെ, ഞങ്ങൾ ഇന്നലകളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അനേകം തവണ കർത്താവെ അടിയങ്ങൾ വീണുപോയി കർത്താവെ. എന്നാൽ കർത്താവെ, ആ പാപമാകുന്ന ചെളിക്കുണ്ടിൽ നിന്നും അങ്ങടിയങ്ങളെ കർത്താവെ വലിച്ചെടുത്ത് കർത്താവെ ക്രിസ്തുവെന്ന ഉറപ്പുള്ള പാറമേൽ നിർത്തി അവിടുത്തെ വലിയ കൃപയ്ക്കായി സ്തോത്രം. കർത്താവെ, ഇന്നലകളിലേക്ക് അടിയങ്ങൾ നോക്കുന്നില്ല കർത്താവെ. അങ്ങ് ഒരുക്കിയിരിക്കുന്ന നാളേക്കായി അടിയങ്ങൾ നോക്കുന്നു കർത്താവെ. പ്രത്യാശയോടെ അങ്ങയുടെ മുഖത്തേക്ക് നോക്കി ഒരു കുഞ്ഞു തൻ്റെ അപ്പൻ്റെ കരങ്ങളിൽ പിടിച്ചെങ്ങനെയാണോ മുമ്പോട്ട് ഓടുന്നത് അതുപോലെ ഓടുവാൻ കർത്താവെ അടിയങ്ങൾ വാഞ്ചിക്കുന്നു കർത്താവെ. അങ്ങ് തന്ന കർത്താവെ വലിയ ജ്ഞാനത്തിനായി, വിവേകത്തിനായി, അങ്ങയോട് ചേർന്ന് നടപ്പാൻ കർത്താവെ അങ്ങ് തന്ന കൃപയ്ക്കായി സ്തോത്രം. അടിയങ്ങൾ കർത്താവെ പരിമിതിയുള്ള മനുഷ്യനാണ് കർത്താവെ. എന്നാൽ കർത്താവെ അങ്ങ് അടിയങ്ങളുടെ സൃഷ്ടാവാകുന്നു, അങ്ങ് അടിയങ്ങളുടെ അപ്പനാകുന്നു കർത്താവെ. അങ്ങ് അറിയാതെ കർത്താവെ അടിയങ്ങളുടെ ജീവിതത്തിൽ ഒന്നുമില്ലല്ലോ കർത്താവെ. തിരുക്കരങ്ങളിലേക്ക് അടിയങ്ങളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു കർത്താവെ. അങ്ങ് കർത്താവെ മുമ്പോട്ട് അടിയങ്ങളെ നയിക്കുമ്പോൾ കർത്താവെ ഒരു ശോഭയാർന്ന സൃഷ്ടിയാക്കി അങ്ങ് അടിയങ്ങളെ മുമ്പോട്ട് നടത്തി കർത്താവെ. അങ്ങയുടെ വരവിനായി കർത്താവെ അടിയങ്ങളെ ഓരോരുത്തരെയും ഒരുക്കുന്ന അവിടുത്തെ കൃപയ്ക്കായി സ്തോത്രം കർത്താവെ. വിശ്വാസ ജീവിതത്തെ കർത്താവെ അങ്ങ് ഉറപ്പിക്കണമേ. പതറാതെ കർത്താവെ ലോകത്തിൻ്റെ കർത്താവെ കാര്യം കർത്താവെ മോഹങ്ങളിലേക്കും ലോകത്തിൻ്റെ ഇമ്പങ്ങളിലേക്കും നോക്കുവാനല്ല കർത്താവെ, ക്രിസ്തു എന്ന പാറയിലേക്ക് നോക്കി കർത്താവെ അടിയങ്ങളുടെ ജീവിതത്തെ മുമ്പോട്ട് നയിപ്പാനുള്ള കൃപ അങ്ങ് അടിയങ്ങളുടെ ഓരോരുത്തരുടെ മേൽ കർത്താവെ പകരണമേ. കർത്താവെ, ദാസനായ അടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു. പാസ്റ്ററിനെ അങ്ങ് എത്രത്തോളം ശക്തീകരിച്ച അവിടുത്തെ കൃപയ്ക്കായി സ്തോത്രം കർത്താവെ. ഇനിയും അധികം കർത്താവെ അങ്ങ് ശക്തീകരിക്കണമേ. അനേകായിരങ്ങളെ കർത്താവെ അങ്ങ് അടിയങ്ങളെ രക്ഷിച്ചതുപോലെ ഇനിയും കർത്താവെ ആ തീയിൽ നിന്നും വലിച്ചെടുത്ത് കർത്താവെ ക്രിസ്തുവെന്ന ഉറപ്പുള്ള പാറമേൽ നിർത്തുവാനുള്ള കൃപ തൻ്റെ ദാസൻ്റെ മേൽ ധാരാളമായി പകരണമേ കർത്താവെ. അങ്ങ് വാഴ്ത്തി അനുഗ്രഹിക്കണമേ, തൃക്കരത്താൽ നടത്തണമേ. അടിയങ്ങൾ സഭയെല്ലാം അടിയങ്ങൾ വഹിച്ചു പ്രാർത്ഥിക്കുന്നു. കൃപയുടെ ചിറകിൻ മറവിൽ അടിയങ്ങളെ ഓരോരുത്തരെയും മറയ്ക്കണമേ. സകലതും ഞങ്ങളുടെ രക്ഷിതാവും വീണ്ടെടുപ്പുകാരനുമായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ അടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. അനുഗ്രഹത്തോടെ ഇപ്പോൾ അടിയാറെ യഹോവായേ, മനസ്സലിവുടയ മഹോന്നത പരനേ, വന്ദനം നിനക്കാമേൻ. മനസ്സലിവുടയ മഹോന്നത പരനേ, വന്ദനം നിനക്കാമേൻ. ആശീർവാദം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും തൻ്റെ പുത്രനും നമ്മുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും കൂട്ടായ്മയും ഈ പകൽക്കാലം നാം ഏവരോടുകൂടെയും വിശേഷാൽ കേട്ട വചനത്തോടും ഭൂമിയിലുള്ള സകല വിശുദ്ധന്മാരോടും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവോളം നാം ഏവരോടുകൂടെയും ഇരിക്കുമാറാകട്ടെ. ഈ പകൽക്കാലം നമുക്ക് ജയം തന്ന കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ്യ, ഹല്ലേലൂയ്യ, ഹല്ലേലൂയ്യ. ആമീൻ. കർത്താവേ വരണമേ.